വിശുദ്ധ വേദപുസ്തകത്തിൽ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം. ദ ബുക്ക് ഓഫ് 2 സാമുവേൽ ചാപ്റ്റർ 11 വേഴ്സ് 1. പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥന. ഒരമ്മച്ചി ഒരു ദേശത്ത് ജീവിച്ചിരുന്നു. സഭയോട് വളരെ സ്നേഹവും പട്ടക്കാരോട് വലിയ കരുതലുമുള്ള ഒരു മാതാവായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ മാറി വന്നതായിട്ടുള്ള വികാരി അച്ഛൻ ആദ്യമായിട്ട് ഈ ഭവനം വിസിറ്റ് ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. ഇന്ന് വരെ ഏത് പട്ടക്കാർ ആ വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും ഒന്ന് കൊടുത്തല്ലാതെ ഒറ്റ ദൈവദാസന്മാരെ അമ്മച്ചി ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. അത് അമ്മച്ചിയുടെ ഒരു ആതിഥ്യ മര്യാദയുടെ അടയാളമാണ്. അപ്രകാരം പുതുതായി ചെന്ന അച്ഛൻ എന്താ കൊടുക്കുക? വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വരവായതുകൊണ്ട് അമ്മച്ചി അടുക്കള മുഴുവൻ പരതി, ഒന്നും കിട്ടുന്നില്ല. ഏറ്റവും അവസാനം എന്തെങ്കിലും കൊടുക്കാതെ ഈ അച്ഛനെ മടക്കി അയക്കുന്നത് അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഏറ്റവും അവസാനം തൻ്റെ വെപ്രാളത്തിനിടയിൽ താൻ പരതി നോക്കുമ്പോൾ ഒരു ചെറിയ ഭരണിക്കകത്ത് ഏറ്റവും അവസാനത്തെ ഒരു 2 മാവുണ്ട, ഇനി അത് മാത്രമേ കയ്യിലുള്ളൂ. അമ്മച്ചി ഒരു പ്ലേറ്റിനകത്ത് ഈ 2 മാവുണ്ടയും എടുത്ത് പട്ടക്കാരൻ്റെ മുമ്പിൽ വെച്ചു. ആട്ടെ, അമ്മച്ചിയുടെ കരുതൽ മനസ്സിലാക്കിയ അച്ഛൻ പെട്ടെന്ന് തന്നെ ഒരു മാവുണ്ട എടുത്ത് വായിലിട്ടു. അത് കടിച്ച് പൊട്ടിക്കാൻ നോക്കുമ്പോൾ അതിന് കടി കേൾക്കുന്നില്ല. അച്ഛനാവുന്ന പണി 58 നോക്കുകയാണ്. ആദ്യം കുറച്ച് നേരം അത് ഇങ്ങനെയാണെങ്കിൽ കടിച്ചു നോക്കി, രക്ഷയില്ല. അല്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇത് ഇവിടുന്ന് എടുത്ത് അപ്പുറത്ത് വെച്ചു, ഒരു രക്ഷയില്ല. ചെറുപ്പക്കാരനാണ്, പല്ലിന് നല്ല ബലമൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ഒരു പക്ഷേ ഉണ്ടാക്കിയ സമയത്ത് അല്പം കട്ടി കൂടിയതായും അതുകൊണ്ട് ഉമിനീര് കൊണ്ട് ഇതിനെ ഒന്ന് നനയ്ക്കാം, നനച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാം. അച്ഛൻ ഇത് വായിൽ തന്നെ അങ്ങ് വെച്ചു. കുറേ നേരം ഇതിനെ ഒന്ന് നനച്ച് കുതിർത്തതിന് ശേഷം 2-ാം ഘട്ടം ആരംഭിച്ചു. കടി കേൾക്കുന്നില്ല. ഈ പരാക്രമം മുഴുവൻ ഈ പാവം അമ്മച്ചി കാണുന്നുണ്ട്. ഏറ്റവും അവസാനം അച്ഛൻ്റെ പരാക്രമം സഹിക്കാൻ വയ്യാതെ അച്ഛൻ വിമ്മിഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അമ്മച്ചി ആശ്വാസം വന്ന പോലെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എന്തിനാ അച്ഛോ കഷ്ടപ്പെടുന്നത്? മാവുണ്ട് ഇങ്ങനെ തിരിച്ചു വെച്ചേര്. ഇത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു അച്ഛൻ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. പറഞ്ഞതും അച്ഛൻ വായിൽ നിന്ന് മാവുണ്ട് എടുത്ത് തിരിച്ച് പ്ലേറ്റിൽ വെച്ചു. എല്ലാം ഭംഗിയായി പര്യവസാനിച്ചു എന്ന് കരുതിയപ്പോൾ അമ്മച്ചിയുടെ അടുത്ത സെൻറ്റൻസ്, അതാണ് ചങ്കുപൊട്ടിപ്പോയ സെൻറ്റൻസ്. അമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛവും ഇതിനു മുമ്പ് എത്ര പട്ടക്കാർ ഇവിടെ വന്നതാണെന്നറിയാം. അവരാവുന്ന പണി 58 നോക്കിയതാ ഈ മാവുണ്ട കടിച്ചു പൊട്ടിക്കുക, എന്നിട്ട് നടന്നിട്ടില്ല. പിന്നെ നിങ്ങളെ കൊണ്ട് ഇന്നെൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനം ഒരുപക്ഷെ മനസ്സിലെങ്കിലും ഒരുപക്ഷെ ചിലരെങ്കിലും പറയുന്നുണ്ട്, നടക്കത്തില്ല ചുമ്മാ വെറുതെ. ഇതിനേക്കാൾ പ്രഗത്ഭന്മാർ, മഹാരഥന്മാർ എത്രയോ ഘോരം പ്രസംഗിച്ച ഒരു വേദിയാണ്. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു മുൻവിധിയോടെയാണ് ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ചില നിമിഷങ്ങൾ ആ നിസ്സംഗതയൊന്ന് മാറ്റിവെക്കാം. തമ്പുരാൻ, നിന്റെ വചനം എൻ്റെ ഹൃദയത്തോട് സംവദിക്കണമേ എന്ന് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലൊന്ന് പരിവർത്തനം ചെയ്യണമേ എന്ന് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന പട്ടക്കാരൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ പ്രായക്കുറവല്ല, അതിനേക്കാൾ അപ്പുറമായി തമ്പുരാൻ നിന്റെ വചനം അതാര് പറഞ്ഞാലും ഹൃദയത്തെ കീറിമുറിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള വചനമാണ് എന്നോർത്തുകൊണ്ട് ഈ ദൈവവചനത്തിലേക്ക് നമുക്ക് ചേർന്ന് വരാം. ഇന്നലെ പ്രസംഗിച്ച വചനവുമായി ചേർത്താണ് ഇന്നത്തെ വചനവും പറയാൻ പോകുന്നത്. ഒരു യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലത്തെ വചനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ശ്രമിച്ചത്. എൻ്റെ ഈ 3 ധ്യാനങ്ങളും പഴയ നിയമ പുസ്തകത്തിൽ നിന്നാണ്. പഴയ നിയമ പുസ്തകങ്ങൾ ഒരുപക്ഷെ വളരെ വിരളമായി വായിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ഷേ ഒരു പുതിയ അറിവായിരിക്കാം എന്ന് കരുതുകയാണ്. ഇന്നലെ ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ നിന്ന് യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇന്ന് ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിന്ന് ദാവീദ് എന്നൊരു മനുഷ്യൻ. നാളെ മുൻപോട്ട് പോകുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയി എൻ്റെ ഈ ധ്യാനത്തിന് ഞാൻ അവസാനം കുറിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നലെ പ്രസംഗിച്ച ആൾ യാക്കോബ് ഒരു വഴിയാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു എൻ്റെ പ്രസംഗം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദാവീദിൻ്റെ പ്രസംഗവും യാത്രകളുമായി ബന്ധപ്പെട്ടാണ്. ചില യാത്രകളോട് ചേർത്താണ് ഇന്നത്തെ ധ്യാനവും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്നലെ ഞാൻ പറയാൻ ശ്രമിച്ചത് അഭിമുഖീകരണമാണെങ്കിൽ, കൺഫ്രണ്ടേഷൻ ആണെങ്കിൽ, ഇന്ന് പ്രസംഗിക്കുന്നതും അത് തന്നെയാണ്, അഭിമുഖീകരണമാണ്. ഇന്നലെ യാക്കോബ് നേരിട്ടത് ദൈവത്തെയാണെങ്കിൽ ഇന്ന് ദാവീദ് നേരിടുന്നത് നാഥാനെയാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം സമാനതകളുള്ള വേദഭാഗത്തിലൂടെയാണ് ഇന്ന് ഒരുമിച്ച് നമ്മൾ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായി നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമാണ് ദാവീദ്. ഇത്രമാത്രം ജീവിതത്തിൽ പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യനില്ല.
ഇത്രമാത്രം ജീവിതത്തിൽ ഉടഞ്ഞു പോവുകയും വാർക്കപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ശില്പി ദാവീദിന്റെ രൂപം കൊത്തുകയാണ്. ഇത് കൊത്തിക്കൊണ്ടിരിക്കും തോറും ഇത് ഉടഞ്ഞുടഞ്ഞു പോവുകയാണ്. ഇത് കണ്ടതായിട്ടുള്ള വയോധികനായ ഒരു മനുഷ്യൻ ഈ ശില്പിയുടെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങയുടെ മുഖം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നത്? ഉടനെ ശില്പി പറയുന്നുണ്ട്, കുറെ നേരമായിട്ട് ഞാൻ ഈ രൂപം കൊത്തുകയാണ്, ഇതുവരെയും അതൊന്ന് പരുവത്തിൽ കൊത്തിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഉടനെ ശില്പിയോട് ഈ വയോധികനായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ രൂപമാണ് കൊത്തുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമ കഥാപാത്രമായ ദാവീദാണ്. അപ്പോൾ ശില്പി പറയുന്ന ഒരു മറുപടിയുണ്ട്, അതിങ്ങനെയാണ്, എത്രമാത്രം ഉടഞ്ഞ, എത്രമാത്രം രൂപപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് കൊത്തിക്കൊണ്ടേയിരിക്കുക, ഉടയും തോറും അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഉടയും തോറും രൂപപ്പെട്ട ഒരു മനുഷ്യനാണ് ഇന്ന് രാത്രി നമ്മളുടെ വചനധ്യാനത്തിന് മുഖാന്തരമായി തീരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പക്ഷേ വളരെയേറെ സങ്കടകരമായ ഒരു ചരിത്രം ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. ആരാണ് പ്രിയമുള്ളവരെ ദാവീദ്? ഇന്നലെ രാത്രി ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്, ആരാണ് യാക്കോബ്? ഇന്ന് രാത്രി ചോദിക്കട്ടെ, ആരാണ് ദാവീദ്? വിശുദ്ധ വേദപുസ്തകത്തിൽ ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം ബേത്ലഹേമനായ ഇശായിയുടെ 8 മക്കളിൽ ഒടുക്കത്തവന്റെ പേരാണ് ദാവീദ് എന്ന വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ പേരാണ് ദാവീദ്. ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, നല്ല കണ്ണും അഴകൊത്ത ശരീരവും പവിഴ നിറവും കോമള രൂപിയുമായിരിക്കുന്ന ദാവീദ്. അവൻ പരാക്രമശാലിയായിരുന്നു, യോദ്ധാവായിരുന്നു, നല്ല വാക്ചാതുര്യമുള്ളവനായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ഒരു കൗമാരക്കാലം മുഴുവൻ ആടിൻ്റെ പുറകെ നടന്ന ഒരു ചെറുപ്പക്കാരൻ, ജീവിച്ച നടന്ന കാലഘട്ടത്തിൽ ആടിനെ മേയ്ക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടവന്റെ പേരാണ് ദാവീദ്. ഒരു കവണയും കല്ലുമായി ഗോല്യാത്തിനെ നേരിട്ടവനാണ് ദാവീദ്. ഒരു നല്ല ഗായകനായിരുന്നു ദാവീദ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട്, അവൻ കിന്നരം വായിച്ചപ്പോൾ ദുരാത്മാവ് ഓടിപ്പോയി എന്ന് വിശുദ്ധ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുന്ദരമായി പാട്ടുപാടാൻ കഴിഞ്ഞവന്റെ പേരാണ് ദാവീദ് എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 150 സങ്കീർത്തന പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് 75 പുസ്തകങ്ങൾ എഴുതി തീർത്തവന്റെ പേരാണ് ദാവീദ്, അഥവാ പാടി തീർത്തവന്റെ പേരാണ് ദാവീദ്. ആസാഫും കോരഹ് പുത്രന്മാരും ശലോമോനും മോശയും പേരറിയാത്തവരും എല്ലാം കൂടെ എഴുതിയ പുസ്തകങ്ങൾ 75 ഉള്ളെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് കാണുന്ന 75 സങ്കീർത്തന പുസ്തകങ്ങൾ പാടിവെച്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യന്റെ പേരാണ് ദാവീദ്. മറന്നു പോകരുത്. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ 4ാമത്തെ ഗോത്രമായ യഹൂദ ഗോത്രത്തിൽ ജനിച്ചവന്റെ പേരാണ് ദാവീദ്. ബോവാസിന്റെ കൊച്ചുമകനാണ് ദാവീദ്. ബോവാസിന്റെ മകൻ ഓബേദ്, ഓബേദിന്റെ മകൻ ഇശായി, ഇശായിയുടെ മകൻ ദാവീദ്. അങ്ങനെയാണെങ്കിൽ പറയാൻ വർണ്ണനകൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു രാത്രി മുഴുവൻ പറഞ്ഞാൽ തീരാത്തതുപോലെ വിശേഷണങ്ങൾ പറയാനുള്ള വ്യക്തിത്വത്തിന്റെ പേരാണ് ദാവീദ് എന്ന് മറന്നു പോകരുത്. ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും നന്മയുടെ കണക്കുകൾ മാത്രം പറയാനുള്ള, വിശേഷണങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അടയാളപ്പെടുത്തലുകൾ മാത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയാനുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ അവന്റെ ജീവിതത്തിന്റെ ഒരു കറുത്ത അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ജീവിതത്തിന്റെ ഒരു ഇരുളടഞ്ഞ അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു, പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇടർച്ചയുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദിന്റെ ജീവിതത്തോട് ചേർത്ത് വായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് യാദർച്ഛികമല്ല പ്രിയമുള്ളവരെ, ഈ ട്രാജഡി യാദർച്ഛികമല്ല, ദാവീദ് വരുത്തി വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ പരാജയ കാരണങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഈ സമയത്ത് ശ്രമിക്കുകയാണ്. വളരെയേറെ ദുരിതമയമായ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ, വളരെയേറെ സങ്കടങ്ങളുടെ ഒരു അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങൾ നൽകുകയാണ്. ശമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം. ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾ പരിഭവം തോന്നല്ലേ, ഇത് ഈ ധ്യാനത്തിന് അനിവാര്യമാണ്. ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം. യഹോവ ശമൂവേലിനോട് പറയുന്നു, ശമൂവേലേ, നീ കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് ബേത്ലഹേമനായ ഇശായിയുടെ വീട്ടിലേക്ക് പോവുക. അവിടെ ഈ രാജ്യത്തിന്റെ രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു. അപ്രകാരം അരുളപ്പാട് ലഭിച്ച ഈ ശമൂവേൽ കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് ബേത്ലഹേമനായ ഇശായിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു രംഗം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അവിടെ ചെല്ലുന്നതായ സമയത്ത് ഇശായിയോട് ചോദിക്കുന്നു, ഇശായിയെ, നിന്റെ മക്കളെ വിളിക്കുക, നിന്റെ മക്കളിൽ ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവിനെ കണ്ടിരിക്കുന്നു. ഇശായി വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ മക്കളെ വിളിക്കാൻ തുടങ്ങി. ഒന്നാമത്തവന്റെ പേര്
ഏലിയാവ്, രണ്ടാമത്തവന്റെ പേര് അബിനദാബ്, മൂന്നാമത്തവൻ ശമ്മ. എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പുതുമ പോലെ വിചാരിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. അല്ല പ്രിയമുള്ളവരെ, സത്യമാണ് പറയുന്നത്. അങ്ങനെ മക്കളെ ഒന്നൊന്നായി ചറപറ ഈ അപ്പൻ വിളിക്കുകയാണ്. ഒരു ഇടതടവില്ലാതെ അപ്പൻ മക്കളെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു നിർത്തുമ്പോൾ ഇതിൽ ഒരാളെ പോലും ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നില്ല. ഏഴാമത്തെ മകനെയും വിളിച്ചു നിർത്തി കഴിയുമ്പോൾ ഈ അപ്പൻ മൗനമായി എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. തൻ്റെ 7 മക്കളെയും വിളിച്ചു മുമ്പിൽ നിർത്തിയ അപ്പൻ ഒരല്പനേരത്തേക്ക് മിണ്ടാതിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ പറയും മിണ്ടാതിരുന്നുവെന്ന്. കാരണം അവന്റെ മൗനം ഭഞ്ജിച്ചുകൊണ്ട് ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇശായിയെ, നിന്റെ മക്കൾ മുഴുവൻ ആയോ? നിന്റെ മക്കളെ മുഴുവൻ നീ വിളിച്ചു കഴിഞ്ഞോ? അപ്പോൾ ഇശായി പറയുന്നു, ഇല്ല, ഒടുക്കത്തവൻ ബാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരപ്പൻ മൗനം പൂണ്ടു. പ്രിയമുള്ളവരെ, മക്കളെ പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ 7 മക്കളെയും പിടിച്ചു നിർത്താൻ തിടുക്കം കാണിച്ച ഒരപ്പൻ 8ാമത്തെ മകനെ വിളിച്ചിറക്കാൻ മൗനം പൂണ്ടെങ്കിൽ അപ്പൻ മറന്നവന്റെ പേരാണ് ദാവീദ്. മറന്നു പോകരുത്. സ്വന്തം അപ്പൻ മറന്നു കളഞ്ഞവന്റെ പേരാണ് ദാവീദ്. അപ്പൻ മറക്കുമോ? മറക്കും പ്രിയമുള്ളവരെ. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന്റെ ചിത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞവന്റെ പേരാണ് ദാവീദ്. ഈ ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ യുദ്ധം നടക്കുകയാണ്. പടക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ സഹോദരങ്ങൾ അവിടെ യുദ്ധം ചെയ്യുകയാണ്. ഉടനെ അപ്പൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നീ ഒരു കാര്യം ചെയ്യുക, 10 അപ്പവും 1 പറ മലരും എടുത്തുകൊണ്ട് നീ പടക്കളത്തിൽ ചെല്ലുക. അവിടെ നിന്റെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് തിരക്കി നീ മടങ്ങി വരണം. ദാവീദ് ആജ്ഞ അനുസരിച്ചു. അവൻ അവിടെ ചെല്ലുമ്പോൾ, അവൻ അവിടെ എത്തിച്ചേരുമ്പോൾ അവനെ സഹോദരങ്ങൾ കണ്ടു. സഹോദരങ്ങൾ പറയുന്ന ഒരു എല്ലാ താഴ്വരയിൽ യുദ്ധം നടക്കുമ്പോൾ 17-ാം അധ്യായം 28-ാം വാക്യം, ഏലിയാബ് അവനോട് കോപിച്ചു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഏലിയാബ് ചോദിക്കുന്നുണ്ട്, ഈ പടക്കളത്തിൽ യുദ്ധം ചെയ്യുന്നിടത്ത് നീ എന്തിനാണ് വന്നത്? ഇവിടെ നിന്നോട് വരാൻ ആര് നിന്നോട് അനുവാദം തന്നു? കുറെ ആടുകൾ എവിടെയുണ്ട്? അവ മേഞ്ഞു നടക്കുകയാണ്. അതിനെ വിട്ടിട്ട് ഇവിടെ വരാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? അങ്ങനെയാണെങ്കിൽ പടയ്ക്ക് യോഗ്യതയില്ലാത്തവന്റെ പേരാണ് ദാവീദ്. സഹോദരങ്ങൾ നിന്ദിക്കുമോ? നിന്ദിക്കും. ദാവീദിനെ സഹോദരങ്ങൾ നിന്ദിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ദേശത്തിന്റെ അധിപനായിരിക്കുന്ന രാജാവായിരിക്കുന്ന ശൗൽ ദാവീദിനെ നിസ്സാരനെന്ന് കണ്ടുവെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 33-ാം വാക്യം ദാവീദ് പറയുന്നുണ്ട്, ഞാനൊന്ന് യുദ്ധം ചെയ്തു നോക്കട്ടെ. ഉടനെ ശൗൽ രാജാവ് ദാവീദിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ഭ്രാന്താണോ? എങ്ങനെയാണ്? നീ ഒരു ബാലനല്ലേ, നിനക്കതിന് കഴിവുണ്ടോ? അപ്പൻ മറന്നു കളഞ്ഞവന്റെ പേരാണ് ദാവീദ്. സഹോദരങ്ങൾ നിന്ദിച്ചവന്റെ പേരാണ് ദാവീദ്. രാജാവ് പോലും നിസ്സാരനെന്ന് കണ്ടവന്റെ പേരാണ് ദാവീദ്. പ്രിയമുള്ളവരെ, എല്ലാവരും ഉപേക്ഷിച്ചാലും അവസാനം വരെ കൂടെ നിൽക്കുന്നവളുടെ പേരാണ് ഭാര്യ, അല്ലേ? ഭാര്യ അവസാനം വരെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്ന ആളിന്റെ പേരാണ് ഭാര്യ. ഭാര്യയും അവനെ ഉപേക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പെട്ടകം ദാവീദിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നല്ല വണ്ടിയൊക്കെ ഉണ്ടാക്കി അതിൽ ദൈവത്തിന്റെ പെട്ടകവും കയറ്റി വെച്ച് ഈ പെട്ടകത്തിന്റെ മുമ്പിൽ കിടന്ന് പഞ്ഞി നൂലങ്കി വസ്ത്രം ധരിച്ച് ഈ ദാവീദ് ആനന്ദ നൃത്തം ചവിട്ടി ഈ പെട്ടകവുമായിട്ട് എഴുന്നള്ളി വരുമ്പോൾ അവന്റെ ഭാര്യ ശൗലിന്റെ മകൾ മീഖൾ കിളിവാതിലൂടെ നോക്കി തന്റെ ഹൃദയത്തിൽ തന്റെ ഭർത്താവിനെ നിന്ദിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം ഒരല്പം പോലും കുറവില്ലാതെ എഴുതി വെക്കുന്നുണ്ട്. ഭാര്യ നിന്ദിച്ചവന്റെ പേരാണ് ദാവീദ്. ഇനി മക്കളോ? സ്വന്തം മകൻ അബ്ശാലോം അപ്പന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അപ്പനെ തകർക്കാൻ ശ്രമിച്ച ചിത്രവും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എന്റെ മകനെ അബ്ശാലോമേ എന്ന് ഒരപ്പൻ ചങ്കുപൊട്ടി നിലവിളിച്ച ഒരു ചരിത്രം ഈ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഭാര്യ ഉപേക്ഷിച്ചവൻ, മക്കൾ ഉപേക്ഷിച്ചവൻ, സഹോദരങ്ങൾ ഉപേക്ഷിച്ചവൻ, അപ്പൻ ഉപേക്ഷിച്ചവൻ, രാജാവ് നിസ്സാരനെന്ന് കണ്ടവൻ, അവനെ ദൈവം തമ്പുരാൻ അവിടെ നിന്ന് ഉയർത്തി ഉന്നതമായ പദവിയിലേക്ക് കൊടുത്തപ്പോൾ ദാവീദ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചു, യഹോവേ, ഇത്രത്തോളം നീ എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആരാണ്? ഇതും പോരാ എന്ന് വന്നിട്ട് എന്റെ തലമുറയോട് പോലും നീ കരുണ കാണിച്ചല്ലോ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ചവന്റെ പേരാണ് ദാവീദ്. ജീവിതത്തിന്റെ നിന്ദാഭാരങ്ങളുടെ, ജീവിതത്തിന്റെ അവഗണനകളുടെ, ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളുടെ മധ്യത്തിൽ അവനെ കണ്ട ഒരു ദൈവമുണ്ടായിരുന്നു, മറന്നു പോകരുത്. എന്നാൽ ഇന്ന് പ്രിയമുള്ളവരെ,
ഇതെല്ലാം മറന്നു കളഞ്ഞ ഒരു ദാവീദിന്റെ ചിത്രം ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുകയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും പരാജയപ്പെട്ടു പോയ, ജീവിതത്തിൽ തോറ്റുപോയ ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം വിശുദ്ധ വേദപുസ്തകം നമ്മളുടെ മുമ്പിൽ കാണിക്കുകയാണ്. എന്താണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം? എന്താണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ തോറ്റുപോകാനുള്ള കാരണം? 3 ദൂരങ്ങൾ, 3 യാത്രകൾ നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1, നിന്റെ പരാജയത്തിന്റെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാരണം എ വേ ടു ദ പാലസ്, കൊട്ടാരത്തിലേക്കുള്ള ദൂരം. എ വേ ടു ദ പാലസ് അഥവാ എ വേ ടു ദ കംഫർട്ട് സോൺ. നിന്റെ ജീവിതത്തിൽ കൊട്ടാരത്തിലേക്കുള്ള ഒരു ദൂരമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദിന്റെ ചരിത്രത്തിൽ അവന്റെ ജീവിതത്തിന്റെ ഒരു കൊച്ചു യാത്ര, അത് കൊട്ടാരത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അവന്റെ പതനത്തിന്റെ ഒന്നാമത്തെ ചിത്രം. ഈ യാത്രയിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ യാത്ര എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്നറിയാമോ? ദാവീദിന്റെ അഹന്തയുടെ പാഠമാണ്. ദാവീദിന്റെ നിഗളത്തിന്റെ പാഠമാണ്. എ ഡിസ്റ്റൻസ് ഓഫ് പ്രൈഡ്. നിന്റെ അഹന്തയുടെ നിഗളത്തിന്റെ പാഠമാണ് കൊട്ടാരത്തിലേക്കുള്ള നിന്റെ യാത്രയുടെ ദൂരം. ഞാൻ പറഞ്ഞു തരാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 10-ാം അധ്യായം. പശ്ചാത്തലം ഇതാണ്. ദാവീദും അമ്മോന്യരും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ആരാണ് പ്രിയമുള്ളവരെ അമ്മോന്യർ? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ലോത്തും 2 പെൺമക്കളും സോവാറിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ദൈവം തമ്പുരാൻ ദേശത്തെ നശിപ്പിക്കുമ്പോൾ ഓടുകയാണ്. ഓടി അവർ ഒരു ദേശത്ത് ചെന്ന് അവിടെ ഒരു ഗുഹയിൽ കയറി എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. പോന്ന വഴിയിൽ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായിപ്പോയി. അപ്രകാരം ഓടിച്ചെന്ന ഒരു ഗുഹയിൽ പാർത്ത ഈ ലോത്ത് എന്ന് പറയുന്നതായിട്ടുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ 2 പെൺമക്കൾ എന്ത് ചെയ്തു? അപ്പന് മദ്യം കൊടുത്തു. മദ്യം കൊടുത്ത് അപ്പനെ മൂക്കുമുട്ട കുടിപ്പിച്ചതിന് ശേഷം മദ്യത്തിന്റെ ലഹരിയിൽ അപ്പൻ ഉറങ്ങിക്കിടന്നു. ഈ 2 പെൺമക്കൾ അപ്പനോടൊപ്പം ശയിച്ചതിന് ശേഷം 2 മക്കൾക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടായി. വിശുദ്ധ വേദപുസ്തകത്തിൽ മൂത്തവൾ പ്രസവിച്ചവൾ മോവാബും ഇളയവൾ പ്രസവിച്ചത് ബെൻ അമ്മി എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2ാമത്തവൾ പ്രസവിച്ചത് അമ്മോന്യർ. ആരാണ് അമ്മോന്യർ? ഒരപ്പന്റെ ജീവിതത്തിന്റെ പരാജയത്തിൽ ജനിച്ച മക്കളാണ്. ഒരപ്പന്റെ ജീവിതത്തിന്റെ ഏറ്റവും മ്ലേച്ഛകരമായ അവസാനത്തിൽ ഉണ്ടായ മക്കളാണ് അമ്മോന്യർ. ഈ അമ്മോന്യരുടെ രാജാവായിരുന്ന നാഹാശ് മരിക്കുമ്പോൾ നാഹാശിന് ശേഷം ഹാനൂൻ രാജാവാകുന്നു. അപ്പനെ കുറിച്ച് ആശ്വാസ വാക്ക് പറയാൻ ദാവീദ് ആളുകളെ അങ്ങോട്ട് അയക്കുമ്പോൾ ഈ ഹാനൂൻ എന്ത് ചെയ്തു എന്നറിയാമോ? അവരെ പിടിച്ച് അവരുടെ താടി പകുതി ക്ഷൗരം ചെയ്യിപ്പിച്ചു എന്ന് അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് യുദ്ധത്തിന് കാരണമാവുകയാണ്. ഇതാണ് പടയുടെ പശ്ചാത്തലം. ഇതാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലം. ഇങ്ങനെ ഈ പശ്ചാത്തലത്തിൽ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. 11-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഇന്ന് ഞാൻ വായിച്ച കുറിവാക്യം, പിറ്റേ ആണ്ടിൽ അതേ സമയത്ത് യുദ്ധം നടക്കുമ്പോൾ എല്ലാ പടയാളികളും പടക്കളത്തിൽ നിൽക്കുമ്പോൾ ദാവീദോ കൊട്ടാരത്തിൽ അവൻ പാർത്തു എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പിറ്റേ ആണ്ടിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആണ്ടിന് ശേഷം വരുന്ന ആണ്ട്. അപ്പോൾ കഴിഞ്ഞ ആണ്ടിൽ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ആണ്ടിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അമ്മോന്യരും അരാമ്യരും കൂടെ ഒരുമിച്ച് ദാവീദിനോട് പടപൊരുതിയപ്പോൾ അതിന്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: ദാവീദ് പടക്കളത്തിൽ നിന്ന് പടപൊരുതുമ്പോൾ അവന് ദൈവം തമ്പുരാൻ വിജയം കൊടുത്തു. ദൈവം തമ്പുരാൻ വിജയം കൊടുത്തത് കൊണ്ട് അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ദാവീദ് അരാമ്യരുടെ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും അവൻ വെട്ടിക്കൊന്നു. ഏറ്റവും അവസാനം അവരുടെ തലവനായ സേനാപതിയെയും വെട്ടിക്കൊന്നു. എന്നാൽ പിറ്റേ ആണ്ടിൽ അതേ സമയമായപ്പോൾ ദാവീദ് പടയ്ക്ക് പോകാതെ അവൻ കൊട്ടാരത്തിൽ തങ്ങിയത് അവന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമേ, കഴിഞ്ഞ ആണ്ടിൽ ഇതേ സമയത്ത് ദൈവം തമ്പുരാന്റെ കരം കൂടെ ഇരുന്ന പടക്കളത്തിൽ വിജയം കൊടുത്ത് അനുഗ്രഹിച്ച ദാവീദിനെ അഹങ്കാരം പിടികൂടിയപ്പോൾ പിറ്റേ ആണ്ടിൽ അവൻ കൊട്ടാരത്തിൽ തങ്ങി. കാരണം എന്റെ പടയാളികൾ പടക്കളത്തിൽ വിജയിക്കുമെന്ന് ദാവീദ് കരുതിയെങ്കിൽ ദാവീദിന് തെറ്റി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ വിജയം കൊടുത്ത് അനുഗ്രഹിച്ച ഒരു ദേശത്തോട് പടവരുതി വിജയിച്ച ദാവീദിനെ അഹങ്കാരം പിടികൂടിയപ്പോൾ അവന്റെ പതനത്തിന്റെ ഒന്നാമത്തെ പടി അവൻ ചവിട്ടി. നിന്റെ കൊട്ടാരത്തിലേക്കുള്ള മടക്കം നിന്റെ പതനത്തിന്റെ ഒന്നാമത്തെ പടിയാ. നിന്റെ കൊട്ടാരത്തിലേക്കുള്ള മടക്കം നിന്റെ അഹന്തയുടെ ഏറ്റവും വലിയ പടിയാണ്. മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ ജീവിതത്തിൽ അനുഗ്രഹം തന്നപ്പോൾ, ദൈവം തമ്പുരാൻ ജീവിതത്തിൽ വിജയം തന്നപ്പോൾ,
ദൈവം തമ്പുരാൻ അർഹതയില്ലാത്ത നിന്റെ കൈവെള്ളയിലേക്ക് വെച്ച് തന്നപ്പോൾ, ദൈവം തമ്പുരാൻ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ അനുഗ്രഹിച്ചപ്പോൾ, നിന്റെ ജീവിതത്തെ നിഗളം പിടികൂടി, നിന്റെ ജീവിതത്തെ അഹങ്കാരം ബാധിച്ചു. ഇത് നിന്റെ ജീവിതത്തിന്റെ താഴ്ചയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളത് മറന്നുപോകരുത്. ഞാൻ ജയിക്കുമെന്ന് കരുതിയെടുത്ത ദാവീദ് അമ്പേ തോറ്റു തുടങ്ങി. ഒരു രാജ്യം മുഴുവൻ പടക്കളത്തിൽ നിന്ന് പടവരുമ്പോൾ, ദാവീദേ നീ കൊട്ടാരത്തിൽ തങ്ങരുതായിരുന്നു, നീ കൊട്ടാരത്തിൽ നിൽക്കരുതായിരുന്നു, ആ പടക്കളത്തിൽ മുൻപിൽ നീ നിൽക്കണമായിരുന്നു. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം എന്താണ് പ്രിയമുള്ളവരെ? ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം അഹങ്കാരമാണ്. തമ്പുരാൻ വെറുക്കുന്ന ഏറ്റവും വലിയ പാപം അഹങ്കാരമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ആട്ടിടേണ്ട കോലിന് പകരം അധികാരത്തിന്റെ ചെങ്കോൽ യോഗ്യതയില്ലാതെ ദൈവം തമ്പുരാൻ കൈവെള്ളയിൽ വെച്ച് കൊടുത്തപ്പോൾ, ദാവീദേ നിന്റെ കണ്ണുകളെ അഹങ്കാരം മൂടിയിട്ടുണ്ട്, നിന്റെ കണ്ണുകളെ അഹന്ത മൂടിയിട്ടുണ്ട്. വേദപുസ്തകം എങ്ങനെയാ പറയുന്നത്? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ നിന്റെ ഹൃദയത്തെ നോക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ അഹന്ത നിന്നെ ബാധിച്ചിട്ടുണ്ടോ? ഇന്ന് ദൈവാലയത്തിൽ അഹന്ത ബാധിച്ചിട്ടുണ്ടോ? ഇന്ന് ആത്മീയ കൂട്ടത്തിന് അഹന്ത ബാധിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സാധാരണ ഈ ദൈവാലയത്തിൻ്റെ ഒക്കെ ഇടവക സംഘം നടക്കുന്നതായ സമയത്ത് ഒരു കൽപ്പനയൊക്കെ ഇങ്ങനെ വരാറുണ്ട്: ദയവായി അധികാര സ്ഥാനങ്ങളിലൊക്കെ എടുക്കുന്നവരെ സൂക്ഷിച്ചൊക്കെ എടുക്കണം. മദ്യപാനം ഉള്ളവരോ തോന്നിയാവാസം കാണിക്കുന്നവരോ അല്ലെങ്കിൽ മദ്യപിച്ച് നടക്കുന്നവരോ ഒന്നും അധികാര സ്ഥാനങ്ങളിൽ എടുക്കാതിരിക്കാൻ സൂക്ഷിക്കുക, അല്ല ഇങ്ങനെ ഒരു സാധാരണ. എന്നാൽ ഒരു പക്ഷേ ഇന്ന് അല്പം കൂടെ അതൊന്ന് പാഠഭേദം വരുത്തുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. മദ്യപാനികൾ ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നു ഒരു കട്ടുവിടുമ്പോൾ ഒരു സ്നേഹമുള്ള മനുഷ്യരാണ്. എന്നാൽ ആ കൽപ്പന അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പ്രസ്താവന ഇങ്ങനെ ഒന്ന് പാഠഭേദം വരുത്തിയാൽ നല്ലതായിരിക്കും. ദൈവാലയത്തിൻ്റെ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ അഹങ്കാരികളെ എടുക്കരുത്. പെട്ടുപോയി എങ്ങനെയാച്ചാ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക? അഹങ്കാരികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, നിഗളം വല്ലാതെ കൂടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കുഞ്ഞുനാളിൽ വീട്ടിൽ അമ്മ പഠിപ്പിച്ച പാഠമായിരുന്നു താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണയേകും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ചില അഹങ്കാരങ്ങളില്ലേ? എന്തൊക്കെ അഹങ്കാരങ്ങളാണ് പ്രിയമുള്ളവരെ? പഴയ നിയമ പുസ്തകത്തിൽ ഒരു പുസ്തകം ഇതാണ്, ഓബദ്യാവ് എന്ന് പറയുന്ന ഒരു പുസ്തകം. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സാധാരണ സാധ്യത കുറവാണ്, ഒറ്റ അധ്യായമേ ഉള്ളതുകൊണ്ട് ഒറ്റക്കറക്കിൽ അത് വരാൻ സാധ്യത കുറവാണ്. പിന്നല്ലെങ്കിൽ അത്ര എക്സ്പേർട്ട് ആണെങ്കിൽ പോയി കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ശരി, ഓബദ്യാവിൻ്റെ പുസ്തകം, അതിനകത്ത് വളരെ കൃത്യമായി ഓബദ്യാവ് ഒരു ദർശനം കാണുന്നുണ്ട്. യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ചാണ് പറയുന്നത്. ഏദോമേ, എനിക്ക് നിന്നെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: നീ അത്യന്തം ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു. പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആരെന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായ നിനക്ക് അയ്യോ കഷ്ടം, അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരാണ് ഏദോം? നമുക്കറിയാം, ഏശാവാണ്. യാക്കോബിന്റെ സഹോദരൻ ഏശാവ് അല്ലേ? അവന്റെ പരമ്പരയാണ് ഏദോം. ഏദോമിന് പറ്റിയ അപകടം എവിടെയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അവർ അങ്ങനെയാണ് അഹങ്കരിക്കുന്നത്. ഞങ്ങൾ എവിടെ പാർക്കുന്നു? പാറപ്പിളർപ്പിൽ പാർക്കുന്നു. പാറപ്പിളർപ്പ് എന്ന് പറഞ്ഞാൽ 3 സൈഡും പാറ, ഒരു സൈഡിൽ മാത്രമേ തുറവിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നെ തൊടാൻ കഴിയില്ല എന്നുള്ളതാണ് നിന്റെ ഒന്നാമത്തെ അഹങ്കാരം. നീ പ്രൊട്ടക്റ്റഡ് ആണ്, നിനക്ക് ചുറ്റോട് ചുറ്റും പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒന്നും നിന്നെ ബാധിക്കയില്ല എന്നുള്ള നിന്റെ ഒന്നാമത്തെ പാഠം. പ്രൈഡ് ഓഫ് സെക്യൂരിറ്റി, നിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള നീ സുരക്ഷിതനാണ് എന്നുള്ള നിന്റെ ഒരു ബോധ്യം. പ്രിയമുള്ളവരെ, ഇല്ല, നടക്കില്ല അല്ലേ? ഈ കഴിഞ്ഞ നമ്മൾ കണ്ടതാണ്, ഞാൻ ഒരു സംഭവ കഥ നടന്നത്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വലിയൊരു വീടൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ നല്ല മോടി പിടിപ്പിച്ച് ഒന്നാമത്തെ പാപം നിനക്ക് സംഭവിച്ചു. നിന്റെ പ്രൈഡോ. നമുക്ക് പറ്റിയത് എന്തായിരുന്നു? പണത്തിന് മീതെ കിടന്നുറങ്ങി എല്ലാം സുരക്ഷിതമെന്ന് കരുതി അഹങ്കരിച്ചു പോയ ഒരു സമൂഹത്തെ ദൈവം നമ്പുരാൻ എന്തെല്ലാം പാഠങ്ങളാണ് പ്രിയമുള്ളവരെ പഠിപ്പിച്ചത്. ഒന്നും എന്നെ തൊടില്ല എന്ന് കരുതിയെടുത്ത് നമ്മൾ കണ്ടു. കോവിഡിന്റെ കാലത്ത് ചെമ്പിൽ കയറിപ്പോന്നു, വള്ളത്തെ കയറിപ്പോന്നു, ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നു. നീ സുരക്ഷിതനാണെന്ന് കരുതിയെടുത്തോ നീ തെറ്റിപ്പോയി. അതായിരുന്നു നിന്റെ നിഗളത്തിന്റെ ഒന്നാമത്തെ പടി. 2, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ കഴുകനെ പോലെ ചിറകടിച്ച് ആകാശത്തിൽ ഉയരങ്ങളിൽ പറക്കും അല്ലേ? ശക്തിയുടെ, ഇന്നലെ ഞാൻ പറഞ്ഞു, സംഘബലം വന്നപ്പോൾ യാക്കോബിന് പറ്റിയ അതേ അഹന്ത
യെഹെസ്കേലിന്റെ പുസ്തകം 17-ാം അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം ഈ കഴുകനെ കുറിച്ച് പറയുന്നുണ്ട്. ശക്തിയുള്ള ചിറക്, ഉയരത്തിൽ പറക്കാനുള്ള കഴിവ്. നീ ഒരുപാട് ഉയരത്തിലാണെന്ന് നിനക്ക് തോന്നി. അത് നിന്റെ അഹങ്കാരത്തിന്റെ രണ്ടാമത്തെ പടിയായിരുന്നു. 3, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 7-ാം വാക്യം, തേമാനിൽ ഇനി ജ്ഞാനമില്ലയോ? ദേ റിനൗണ്ട് ഇൻ വിസ്ഡം. അവർക്ക് അറിവുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ 3ാമത്തെ അഹന്ത. എല്ലാത്തിലും അറിവുള്ള മനുഷ്യർ. നമ്മുടെ പള്ളിയിൽ ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലേ? എല്ലാ മനുഷ്യരെയും തലങ്ങും വിലങ്ങും വിമർശിക്കും. അവരെ പോലെ അറിയാവുന്ന മനുഷ്യർ വേറെ. ഏത് കാര്യം സൂര്യന് കീഴെ ഭൂമിക്ക് മീതെ ചോദിച്ചാലും അവർക്കറിവാണ്. അറിവുള്ള മനുഷ്യർ. എൻ്റെ അറിവ് എന്നെ രക്ഷിക്കുമെന്നുള്ള 3ാമത്തെ പാഠം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ തകർന്നു പോവുകയാണ്. നിന്റെ അഹന്ത നിനക്ക് നാശം വരുത്തിയിരിക്കുന്നു. ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ഒരു മനുഷ്യനെ ദൈവം തമ്പുരാൻ വിളിക്കുകയാണ്. അവനെ വിളിക്കുമ്പോൾ അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിചാരിച്ച എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, റോമ ഗവൺമെന്റിന്റെ അധികാരപത്രവും പിടിച്ചുകൊണ്ട് സകല ക്രിസ്ത്യാനിയെയും മുടിക്കാനിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ അഹങ്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിക്കുമ്പോൾ അവന് ദൈവത്തിന്റെ വെളിച്ചം മിന്നുകയാണ്. അവന്റെ കാഴ്ച പോയി എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരധ്യായം മുന്നോട്ട് പോകുമ്പോൾ അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ദൈവപുരുഷൻ വന്ന് അവന്റെ കണ്ണിൽ തൊടുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ ഇളകി വീണുവെന്ന് വിശുദ്ധ വേദപുസ്തകം എഴുതി വെക്കുന്നത് എന്താണെന്നറിയാമോ? അവന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ അഹങ്കാരത്തിന്റെ ചെതുമ്പല. എന്റെ മുമ്പിലിരിക്കുന്ന ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന അഹങ്കാരത്തിന്റെ നിഗളത്തിന്റെ ചെതുമ്പലുകൾ എന്റെയും നിങ്ങളെയും പരാജയത്തിലേക്ക് കൊണ്ടുപോകും, യാതൊരു സംശയവുമില്ല. നിന്റെ പരാജയത്തിന്റെ 1ാമത്തെ കാരണം നിന്റെ നിഗളമാണ് എന്നുള്ളത് മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ആരും എന്നെ തോൽപ്പിക്കാനില്ല എന്നുള്ള നിന്റെ ജീവിതത്തിന്റെ ധാർഷ്ട്യമുണ്ടല്ലോ, അത് ദൈവം തമ്പുരാൻ ഇന്ന് ചോദ്യം ചെയ്യുകയാണ്. മറന്നു പോകരുത്. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ദൈവാലയത്തിൽ പോകുന്നതായ സമയത്ത്, വേറൊരു സഭാവിശ്വാസ സമൂഹമാണ്. ദൈവാലയത്തിൽ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ കുടുംബസ്വത്തുള്ള ഒരു ഭവനം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഏക്കർ കണക്കിന് വസ്തു അവരുടെയാണ്. അങ്ങനെയുള്ള ഒരു കുടുംബം ദൈവാലയത്തിൽ പോകുന്നതായ സമയത്ത് ദൈവാലയത്തിൽ പോകാതെ അപ്പനും മക്കളും കൂടെ റോഡ് സൈഡിൽ നിന്ന് ചീട്ട് കളിക്കുമായിരുന്നു. ചീട്ട് കളിച്ചിട്ട് ഈ ചെവിയൽ കുണുക്കെന്ന് പറയുന്നൊരു സാധനമുണ്ട്, വെള്ളയ്ക്കാവൊക്കെ ഇട്ട് അവസാനം തലയിൽ ഇലയും കൊണ്ടൊക്കെ വെച്ച് തൊപ്പിയും വെച്ച് ഞായറാഴ്ച ദൈവാലയത്തിൽ പോകാതെ പണമുണ്ടെന്ന് പറഞ്ഞ്, എനിക്ക് പദവികളുണ്ടെന്ന് പറഞ്ഞ്, ആരും എന്നെ ചോദ്യം ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഞായറാഴ്ച ദൈവാലയത്തിൽ ആരാധിക്കേണ്ട സമയം വഴിയലിരുന്ന് ചീട്ട് കളിച്ച് ജീവിച്ച ഒരു കുടുംബം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തകർന്ന് തരിപ്പണമായി പോയി. ദൈവത്തെ വേണ്ടാതെ, ദൈവാലയത്തിൽ പോകാതെ, ആരും എന്നെ തൊടാനില്ലെന്ന് കരുതി അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നീ കാണിച്ചു കൂട്ടിയ ധാർഷ്ട്യം നിന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യന് എന്തൊരു നിഗളമാണ്. ആരെയും വിമർശിക്കും. പണ്ട് ഒരു കാട്ടിലൊരു അങ്കുല പുഴു ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആരവിടെ വന്നാലും അതിൻ്റെ മണ്ടയ്ക്കൂടെ കയറിയിട്ട് ഈ പുഴു പറയും 1.5 അടി നീളം 3/4 അടി വീതി. ഇതിൻ്റെ അളക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പരിപാടി. എല്ലാത്തിനെയും അളക്കും. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വാനമ്പാടി വരുന്നുണ്ട്. വാനമ്പാടി അളന്നിട്ട് ഈ അങ്കുലപ്പുഴു പറയുന്നുണ്ട് 5 അടി നീളം 3 അടി വീതി. അപ്പോൾ വാനമ്പാടി സുന്ദരമായി ഒരു പാട്ടുപാടി എന്നാണ് പറയുന്നത്. എന്നിട്ട് വാനമ്പാടി അങ്കുലപ്പുഴുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ പാട്ട് നിനക്ക് അളന്നു തരാമോ? ഞാൻ പറയാൻ ശ്രമിച്ചതല്ല. എല്ലാ മനുഷ്യരെയും അളക്കുന്ന, എല്ലാ മനുഷ്യരെയും വിധിക്കുന്ന, ഞാൻ മാത്രം കേവനെന്ന് കരുതുന്ന ഒരു കാലം. അച്ഛന്മാരെ വിമർശിക്കും, മെത്രാമാരെ വിമർശിക്കും, പള്ളിയെ വിമർശിക്കും, സഭയെ വിമർശിക്കും, എല്ലാത്തിലും കുറ്റം, എല്ലാം എഴുതി പിടിപ്പിക്കും. എല്ലാ മനുഷ്യരെയും തലങ്ങും വിലങ്ങും വിമർശിക്കും. കാരണം ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? എനിക്ക് കഴിവുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് പദവിയുണ്ട് എന്ന് അഹങ്കരിച്ച് സഭയെയും സഭാ നേതൃത്വത്തെയും പട്ടക്കാരെയും വിശ്വാസികളെയും വിമർശിച്ച് നടക്കുന്ന നിന്റെ അഹങ്കാരത്തിന്റെ പാപ്പരത്വം ഇന്ന് രാത്രി നീ ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കണം. നിന്റെ പരാജയത്തിന്റെ 1ാമത്തെ പടിയാണ് പ്രിയമുള്ളവരെ. അവസാനം ഒന്നുമില്ലാതെ സകല അധികാരങ്ങളും അഴിച്ചു വെച്ച് 2 കൈയും വിരിച്ചു പിടിച്ച് 6 അടി മണ്ണിലേക്ക് നീ പോകുന്ന സമയത്ത് നിന്റെ മുകളിലേക്ക് 1 പിടി മണ്ണ് വാരിയിട്ടിട്ട് പട്ടക്കാരൻ നീട്ടിപ്പാടുന്ന ഒരു പാട്ടുണ്ട്. ഒരുപക്ഷെ വല്ലപ്പോഴും ഒക്കെ ഞാനും നിങ്ങളും കേൾക്കുന്ന നല്ലതായിരിക്കും. ഇങ്ങനെ പട്ടക്കാരൻ പാടും, ഹാ എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം, ചിന്തയിലേറ്റം വെന്തുരുകും
സോദരരെ, എന്തിങ്ങനെ മർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്തമെഴും ഇത് രാത്രി പാടിയിട്ട് വല്ല ആപത്തും വല്ലതും വന്നാലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, സകല അധികാരത്തിന്റെ മൂടുപടങ്ങളും അഴിച്ചു വെച്ച, രണ്ട് കൈയും തുറന്നു പിടിച്ച ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട മനുഷ്യരാണ് നമ്മളെ ബാധിച്ചിരിക്കുന്ന നിഗളത്തിന്റെ, അഹങ്കാരത്തിന്റെ. സാധു കൊച്ചുഞ്ഞുദേശി പാടിയ പാട്ട് ഇന്നലെ ഞാൻ പാടിയല്ലോ. അതിന്റെ ചില വാചകങ്ങൾ ഇങ്ങനെയുണ്ട്: വണ്ണം പെരുത്താലും കണ്ണിന്റെ ഭംഗിയോ മായ മായ, എല്ലാ സാമർഥ്യവും പുല്ലിന്റെ പൂ പോലെ, എല്ലാ പ്രൗഢിയും പുല്ലു പോലെ. മർത്യന്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, ദാവീദ് പരാജയപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? അവന്റെ കണ്ണുകളെ നിഗളം പിടിച്ചപ്പോൾ അവന്റെ പതനത്തിന്റെ ഒന്നാമത്തെ പടി അവൻ വെച്ചു. എപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ അഹങ്കാരം നിന്നെ പിടികൂടുന്നോ അപ്പോൾ നീ പട്ടുപോകും. മറക്കരുത്. ഒന്ന്, കൊട്ടാരത്തിലേക്കുള്ള ദൂരം, അഹന്തയുടെ ദൂരം. രണ്ട്, കൊലക്കളത്തിലേക്കുള്ള ദൂരം, അലസതയുടെ ദൂരം. ഒന്ന്, കൊട്ടാരത്തിലേക്കുള്ള ദൂരം, അഹന്തയുടെ ദൂരം, ദ ഡിസ്റ്റൻസ് ടു ദ കംഫർട്ട് സോൺ. രണ്ട്, ദ ഡിസ്റ്റൻസ് ടു ദ കോമ്പാറ്റ് സോൺ, പടക്കളത്തിലേക്കുള്ള ദൂരം നിന്റെ അലസതയുടെ ദൂരമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അഹങ്കാരത്തിൽ തുടങ്ങി ഇനി മുൻപോട്ട് പോകുമ്പോൾ ദാവീദ് മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഉലാത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഊരിയാവിൻ്റെ ഭാര്യ, ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യ കുളിക്കുകയാണ്. കുളിക്കുന്നത് അവൻ കണ്ടു. അവൻ ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കുകയാണ്. അവളോടൊപ്പം ശയിക്കുകയാണ്. ശയിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്തു എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. അവളെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുന്നു. വീട്ടിൽ വിട്ടതിന് ശേഷം ഊരിയാവ് തിരിച്ചു വരുമ്പോൾ അവൻ ഊരിയാവിനോട് പറയുന്നുണ്ട്: ഊരിയാവേ, നീ നിന്റെ വീട്ടിലേക്ക് പോവുക, നീ നിന്റെ ഭാര്യയോട് കൂടെ പോയി പാർക്കുക. ഉടനെ ഊരിയാവ് പറയുന്നു: യജമാനനെ, പറ്റില്ലല്ലോ. കാരണം പടക്കളത്തിൽ എൻ്റെ സൈന്യം കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് പോയി എൻ്റെ ഭാര്യയോടൊപ്പം ശയിക്കാൻ കഴിയുക? വീണ്ടും ദാവീദ് രണ്ടാമതും അവനെ നിർബന്ധിക്കുന്നുണ്ട്: ഊരിയാവേ, നീ കുളിക്കുക, കുളിച്ചിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. വീണ്ടും ഊരിയാവ് പറഞ്ഞു: പറ്റില്ല പ്രഭു, ഞാൻ പോകില്ല, ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവില്ല. ഏറ്റവും അവസാനം തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഊരിയാവിനെ പടക്കളത്തിലേക്ക് മടക്കി അയക്കുകയാണ്. പടക്കളത്തിലേക്ക് മടക്കി അയച്ചത് മാത്രമല്ല, യോവാബിനോട് ഇങ്ങനെ പറയുന്നു: നീ അവനെ പടയിൽ മുമ്പിൽ നിർത്തണം. അമോന്യരുമായിട്ട് യുദ്ധം നടക്കുന്ന പടയുടെ മുമ്പിൽ നീ അവനെ നിർത്തിയിട്ട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ പടയിൽ അവനെ കൊന്നുകളയണം. പ്രിയമുള്ളവരെ, ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ് വിശുദ്ധ വേദപുസ്തകം. കൊട്ടാരത്തിൽ നിന്ന് അടുത്ത ദൂരം കൊലക്കളത്തിലേക്കുള്ള ദൂരമാണ്. കൊട്ടാരത്തിൽ നിന്നുള്ള അടുത്ത യാത്ര കൊലക്കളത്തിലേക്കാണ്. ഒരു കൊലപാതകത്തിലേക്കുള്ള യാത്ര, അത് നിന്റെ അലസതയുടെ രണ്ടാമത്തെ പരാജയ കാരണമാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഒരു കൊലപാതകം ഇവിടെ സംഭവിക്കുന്നത്? ഈ കൊലപാതകത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? അവൻ മട്ടുപ്പാവിൽ ഉലാത്തിയതാണ്, അല്ലേ? ഇല്ലെങ്കിൽ ഒരിക്കലും ഊരിയാവ് ഈ ഭൂമിയിൽ മരിക്കുകയില്ലായിരുന്നു. ഊരിയാവ് മരിച്ചതിൻ്റെ ഒറ്റ കാരണം മട്ടുപ്പാവിൽ അവൻ അലസനായി ഉലാത്തി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വളരെ ജാഗ്രതയോടിരിക്കേണ്ടിയ ഒരു സൈന്യത്തിൻ്റെ അധിപൻ അവൻ അലസനായി പോയത് അവൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പരാജയമായി വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പട കഠിനമായപ്പോൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സേനാധിപൻ അവൻ അലസനായി ഉലാത്തുകയാണ്. ആ അലസത അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഊരിയാവിൻ്റെ ഭാര്യയിലേക്കും തുടർന്ന് ഊരിയാവിൻ്റെ കൊലപാതകത്തിലേക്കുമാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഡൽഹി ഭദ്രാസനത്തിലെ വിശ്വാസ സമൂഹമേ, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഓർമ്മപ്പെടുത്തട്ടെ, ഇന്നൊരു അലസത എന്നെയും നിങ്ങളെയും ബാധിച്ചിട്ടില്ലേ? എന്നെയും നിങ്ങളുടെയും ജീവിതത്തെ ഒരു അലസത വല്ലാതെ ബാധിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെ അങ്ങ് നടന്നുകൊള്ളും എന്നുള്ള ഒരു വല്ലാത്ത ജാഗ്രതക്കുറവ് എന്നെയും നിങ്ങളെയും ബാധിച്ചിട്ടില്ലേ? ഇത് നിന്റെ പരാജയത്തിൻ്റെ രണ്ടാമത്തെ കാരണമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ജാഗ്രതയെക്കുറിച്ച് ചില വാക്കുകൾ പറയുന്നുണ്ട്. നമ്മൾ വിശുദ്ധ വേദപുസ്തകം എടുത്തു നോക്കിയാൽ അതിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ജാഗ്രതയെക്കുറിച്ച് ഈ കന്യകമാരുടെ ഉപമയിൽ പറയുന്നുണ്ട്: നിങ്ങളുടെ വിളക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ?
കത്തിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ജാഗ്രതയില്ലായ്മയുടെ ഒന്നാമത്തെ അടയാളമാണ് നിന്റെ വിളക്ക് കെട്ടുപോവുക എന്നുള്ളതാണ്. ഈ ദുഷ്ടകാലത്തിൽ നിന്റെ വിളക്ക് കത്തിയിരിക്കണം. അത് നിന്റെ ജാഗ്രതയെ സൂചിപ്പിക്കുകയാണ്. 2 വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ അര മുറുക്കി എപ്പോഴും നീ കാണപ്പെടണം. നിന്റെ അര മുറുക്കണം. എന്തിനാണ് ഒരു മനുഷ്യൻ അരമുറുക്കുന്നത്? പടയ്ക്ക് പുറപ്പെടുമ്പോൾ അവൻ്റെ ഒരുക്കത്തെ സൂചിപ്പിക്കാൻ അവൻ അരമുറുക്കാറുണ്ട്. നിങ്ങളെല്ലാം ഇപ്പോഴും അരമുറുക്കി ജാഗ്രതയോടിരിക്കുന്ന മനുഷ്യരാവണം. 3 വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കുന്നവരാവണം. ഗത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കർത്താവിനെ സങ്കടപ്പെടുത്തിയത് കുരിശല്ല, കർത്താവിനെ സങ്കടപ്പെടുത്തിയത് ശിഷ്യന്മാർ അവനെ ഒറ്റിക്കൊടുത്തതല്ല. കർത്താവിനെ സങ്കടപ്പെടുത്തിയത് അവസാന നാഴികയിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയതാണ്, ഉണർന്നിരിക്കാൻ കഴിയാതെ പോയതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നശിച്ച കാലത്ത് ഉണർന്നിരിക്കാൻ ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഫിലിപ്പ് യാൻസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതി. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒരിക്കലും ഒരാൾ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകണം, 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകണം. അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണ്. ഫിലിപ്പ് യാൻസി പെട്ടെന്ന് പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ വരാം. അദ്ദേഹം അകത്ത് പോയി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ തിരിച്ചു വിട്ടു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഈ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ 1/2 മണിക്കൂർ എന്നെ ഇവിടെ നിർത്തണമായിരുന്നു? ഉടനെ അദ്ദേഹം തിരിച്ചു പറയുന്ന ഒരു മറുപടി ശ്രദ്ധയാണ്. ഈ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ 1/2 മണിക്കൂർ എനിക്ക് ഒരുക്കം ആവശ്യമായിരുന്നു. 1/2 മണിക്കൂർ ഞാൻ ഒരുങ്ങി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് മാർത്തോമാ വിശ്വാസികൾക്ക് സംഭവിച്ചു പോയ അപകടം എന്താണെന്നറിയോ? നിനക്ക് ഒരുക്കമില്ലാതെ പോയി, നിനക്ക് ജാഗ്രതയില്ലാതെ പോയി, ഒരുതരം അലസത നിന്നെ ബാധിച്ചു എന്നുള്ളതാണ്. ഈ നാളുകളിലൊക്കെ വളരെ നല്ല രസകരമായ സംഗതികളായിരുന്നു ഈ സൂമിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ അരങ്ങേറിയത്. ഇഷ്ടം പോലെ ചിരിക്കാൻ വക തന്ന ഒരു 2 വർഷക്കാലമാണ് പോയത്. സൂം മീറ്റിംഗ് ആയിരുന്നു. അയ്യോ, ചിരിച്ച് ഊപ്പാട് വന്നു. കാരണം ഈ ആശീർവാദമൊക്കെ പറയാൻ ചിലപ്പോൾ നമ്മൾ എഴുന്നേൽപ്പിക്കും. നമുക്ക് ആദ്യമൊക്കെ മണ്ടത്തരം അറിയത്തില്ലായിരുന്നു. ഇരുന്നുകൊണ്ട് ആശീർവാദം പറയാൻ പറ്റത്തില്ലല്ലോ, എഴുന്നേറ്റൊന്നും വേണ്ടേ. അപ്പോൾ പ്രാർത്ഥന തീരാൻ നേരം പറഞ്ഞു, ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേൽക്കാം. അന്നേരം കാണുന്ന മേളി മാത്രമേ ഉള്ളൂ ഷർട്ട്, താഴെ ബെർമുടയാണ്. കാരണം അപ്പോൾ ഈ മണ്ട മാത്രം കാണുന്നതുകൊണ്ട് അറിയത്തില്ലായിരുന്നേ. അപ്പം ഇഷ്ടംപോലെ രസകരമായ സംഗതികളാണ്. ഏറ്റവും അവസാനം ചില മനുഷ്യർ കിടന്നുകൊണ്ട് കപ്പലണ്ടി തിന്നുന്നു, ചില മനുഷ്യർ അരിയുന്നു, പറക്കുന്നു. ഇടയ്ക്കാണെങ്കിൽ ഓരോ മനുഷ്യർ ഓരോരുത്തരെ കുറിച്ച് ഇതിൻ്റെ മൈക്ക് ഓഫല്ലെന്ന് വിചാരിച്ച് വെച്ച് കീച്ചുന്നു. എന്തെല്ലാം വിളിച്ചു പറഞ്ഞ ഒരു കാലമാണ്. ഒരു സൂമിന് പറ്റി ചില മനുഷ്യരൊക്കെ ഒരുതരം വല്ലാത്ത ഒരു നിസ്സംഗത, ഒരു അലസത. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ 148 വിൻഡോ രാത്രി 2:30 ഒരു വെളിനാട്ടിൽ ഒരു സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 2:30 എഴുന്നേറ്റ്, ഇനി അഥവാ എഴുന്നേറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ച് നേരത്തെ മുതലേ ഇരിക്കുകയാണ്. അവസാനം എഴുന്നേറ്റപ്പോൾ 148 വിൻഡോയും ക്ലോസാണ്. ഒറ്റ ഒരു മനുഷ്യനെ കാണാനില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദൈവമേ, ആരുടെ മുഖത്ത് നോക്കി പ്രസംഗിക്കും? ഈ തമാശ പറഞ്ഞാൽ തിരിച്ച് ചിരിക്കാൻ ഒരാളില്ല, കരഞ്ഞാൽ തിരിച്ച് കരയാൻ ഒരാളില്ല. അവസാനം ഒരു 3/4 മണിക്കൂർ ഇതിൻ്റെ മുമ്പിൽ. അവസാനം ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുക? ഇത്രയും ഈ വിൻഡോ എൻ്റെ അവരൊക്കെ തിരക്കുകളിലാണ്. അവരുടെയൊക്കെ തിരക്കിൻ്റെ മധ്യത്തിൽ അവർ അവിടെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അച്ഛനങ്ങ് പ്രസംഗിച്ചു. എന്തിനാണ് അച്ഛൻ ഇതിനെക്കുറിച്ച് ബേജോറാവുന്നേ? മനുഷ്യനൊക്കെ തിരക്കുകളാണ്. ദൈവവചനത്തോടൊരു അലസത നിന്നെ ബാധിച്ചില്ലേ? പള്ളി പോകാതിരിക്കാനുള്ള ഒരു അലസത നിന്നെ ബാധിച്ചില്ലേ? ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു തോന്നൽ നിന്നെ ബാധിച്ചില്ലേ? ഇത് നിന്റെ ജീവിതത്തിൻ്റെ 2ാമത്തെ പടിയാ. പ്രിയമുള്ളവരെ, നീ ജാഗ്രതയോടെ ഇരിക്കേണ്ടിയപ്പോൾ ജാഗ്രത കൈവിട്ടാൽ പാപം നിന്റെ പടി കയറും, പാപം നിന്റെ വീട്ടിൽ കയറും. മറന്നു പോകരുത്. ദാവീദ് തോറ്റത് അവൻ അലസനായി പോയപ്പോൾ എന്ന് വിശുദ്ധ വേദപുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കുക, അങ്ങനെ നിന്റെ ജീവിതം ഇങ്ങനെ വല്ലാതെ നീ തകർത്ത് കളയുകയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെയാണ് പ്രിയമുള്ളവരെ ഈ അലസത ദാവീദിനെ തോപ്പിച്ചത്? 2 കാര്യത്തിൽ ഈ അലസത അവനെ തോപ്പിച്ചു. ഒന്ന്, ഹി ഫെയിൽഡ് ഇൻ ഹിസ് ഡിസിഷൻ. അവൻ്റെ തീരുമാനത്തിൽ അവൻ തോറ്റു. അലസത മൂലം അവൻ ഒന്നാമത് തോറ്റത് അവൻ്റെ തീരുമാനത്തിലാണ്. കാരണം ഈ ദാവീദ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനം എടുത്തായിരുന്നു. ഫെലിസ്തീനുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ, ഗോലിയാത്തിനെതിരെ യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഈ രാജാവ് എന്തോ ചെയ്തെന്നറിയാമോ? ഇവൻ്റെ ശരീരത്തിൽ ഈ പടച്ചട്ടയെല്ലാം കൂടെ അങ്ങ് ഇട്ടുകൊടുത്തു. താമ്ര ശിരസ്ത്രം, പടച്ചട്ട, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട ദാവീദിന് ഒരു വല്ലാത്ത വെപ്രാളം, ഒരു വല്ലാത്ത വിമ്മിഷ്ടം. ഉടനെ ദാവീദ് ഇങ്ങനെ മറുപടി പറഞ്ഞു, എനിക്കിതൊന്നും പറ്റുന്നില്ല, എനിക്കിതങ്ങോട്ട് പറ്റുന്നില്ല. ഈ സാധാരണ ഞാൻ ഈ വിമ്മിഷ്ടം പറയുമ്പോഴാണ്, ഞാൻ ഈ കേരളത്തിലായിരുന്നു ആദ്യത്തെ 3 വർഷം. ഇത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫറായി
ഈ വെളിനാട്ടിലോട്ട് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഈ കല്യാണമെല്ലാം നടക്കുന്നത് ഈ വെളിനാട്ടിൽ സന്ധ്യയ്ക്കാണ്, വൈകിട്ടാണ്. അപ്പോൾ ഈ വൈകിട്ട് കല്യാണം നടന്നു കഴിഞ്ഞിട്ട്, കല്യാണത്തിന് ആൾ കുറവാണ്, 20-25 പേരേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ റിസപ്ഷന് പോകുമ്പോഴാണ് സകലമാന മനുഷ്യരും ഈ റിസപ്ഷന് വരുന്നത്. അപ്പോഴാണ് ഈ അച്ചായന്മാർ മുഴുവൻ ഓരോ കോട്ട് വിട്ടുകൊണ്ടാണ് വരുന്നത്. ഡൽഹിയിലെ എനിക്കറിയത്തില്ല കേട്ടോ, സൂപ്പർ കോട്ട്, ഇതിനു വേണ്ടി മാത്രം വെച്ചേക്കുന്ന കോട്ടാണ്. അപ്പോൾ ഇത് പല കളറുണ്ട്, ഇതൊക്കെ ഇട്ട് ഈ ടൈയും ഇന്ന് വരെ അച്ചാനെ ഈ ഡ്രസ്സ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ റിസപ്ഷൻ നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്നിട്ട് ഈ അച്ചാൻ പോകുന്നവരെ ഒരു പരാക്രമമുണ്ട്. കാരണം ഈ പരുവല്ലാത്ത സാധനത്തിനകത്ത് കയറി നിൽക്കുക. ഇപ്പം എങ്ങനെയും ഇത് സൂത്രം ഒന്ന് ഊരിക്കളയുന്നവരെ ഒരു വല്ലാത്ത വെപ്രാള. പക്ഷേ കല്യാണത്തിന് ഇത് ഇട്ടേ പറ്റത്തുള്ളൂ. ഡൽഹിയിൽ ഇങ്ങനെ അല്ലായിരിക്കും, എന്നോട് ക്ഷമിക്കുക. ഇതുപോലാണ് ഈ ദാവീദിന്റെ മണ്ടയ്ക്കോട്ട് ഈ പടച്ചട്ട ഇട്ടപ്പം ഇവന് വല്ലാത്തൊരു വിമ്മിഷ്ടം. എങ്ങനെങ്കിലും ഇതൊന്ന് കളയണം. കാരണം ഒരാട്ടിടയൻ ചെറുക്കനാ ഈ സാധനം യോഗ്യതയുള്ളതല്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഒരാട്ടിടയൻ ചെറുക്കന് യോഗ്യമല്ലാത്തതാണ് ഈ പടച്ചട്ടയെന്ന് അവൻ അറിഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് ഈ സാധനം വേണ്ട. എന്നാൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തനിക്ക് യോഗ്യമല്ലാത്തതിനു വേണ്ടി ഒരു മനുഷ്യനെ പടക്കളത്തിൽ നിന്ന് കൊന്നു കളഞ്ഞിട്ടോ തനിക്ക് യോഗ്യമല്ലാത്തതിനെ സ്വന്തമാക്കിയ ഒരു മനുഷ്യൻ അവന്റെ തീരുമാനത്തിൽ തോറ്റു. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് യോഗ്യമല്ലാത്തത് വേണ്ട എന്ന് പറഞ്ഞ് ഊരിക്കളഞ്ഞ നിനക്ക് ഇന്ന് യോഗ്യമല്ലാത്തതിനെ എടുക്കാൻ എവിടെയാണ് ദാവീദ് നിന്റെ തീരുമാനത്തിൽ നീ തോറ്റുപോയത്? എവിടെയാണ് നിന്റെ തീരുമാനത്തിൽ നീ നിന്റെ വ്യാജം കാണിച്ചത്? ഇന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ പ്രിയമുള്ളവരെ, യോഗ്യമല്ലാത്തതിനെ ചേർത്ത് വെക്കാനുള്ള ഒരു പരാക്രമമുണ്ട്. നിന്റെ തീരുമാനത്തിൽ നീ തോറ്റുപോയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഈ ഊരിയാവിൻ്റെ ഭാര്യയുമായിട്ട് പാപം ചെയ്യുന്നതിനൊക്കെ മുമ്പ് അവൻ നടത്തിയ ഒരു സങ്കീർത്തനമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. 15-ാം സങ്കീർത്തനമാണ്. 15-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. അത് എഴുതാനൊരു കാരണമുണ്ട്. ദൈവത്തിന്റെ പെട്ടകം ദാവീദിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വണ്ടിക്കകത്തെല്ലാം കയറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നതായ സമയത്ത് പെട്ടെന്ന് ഈ പെട്ടകം ഈ കാള വിരണ്ടിട്ട് പെട്ടകം താഴെ പോകാൻ തുടങ്ങുകയാണ്. ഉടനെ ഉസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൈ നീട്ടി ഈ പെട്ടകത്തെ പിടിച്ച ഉസ ആ സ്പോട്ടിൽ വീണ് മരിച്ചു. ഇത് കണ്ട ദാവീദിന് വല്ലാത്ത ഭയം. അപ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. ദാവീദ് ഇങ്ങനെയാണ് പാടിയത്: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർപ്പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർക്കയറും. എന്നിട്ട് അവൻ താപ്പോട്ട് അതിന്റെ ഉത്തരം പറയുന്നുണ്ട്. നിഷ്കളങ്കനായി നടക്കുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാത്തവൻ, തന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങളെ എണ്ണി എഴുതി വെച്ച ചെറുപ്പക്കാരൻ. ഇവിടെ ഊരിയാവിന്റെ ഭാര്യയുടെ കാര്യത്തിൽ തന്റെ തീരുമാനത്തിൽ അവൻ തോറ്റുപോയി. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. നാളുകൾക്ക് മുമ്പ് എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ നീ തോറ്റുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പതനം നിന്നെ അവിടെ വരെ എത്തിച്ചു എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത് പ്രിയമുള്ളവരെ. എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ച നിന്റെ തീരുമാനത്തിൽ നീ വ്യാജം കാണിച്ചു. നിന്റെ അലസത നിന്നെ ഒന്നാമത് എത്തിച്ചത് അതാണ്. 2, he failed in discernment. He failed in decision. He failed in discernment. തിരിച്ചറിവിൽ നീ തോറ്റുപോയി അല്ലേ? തിരിച്ചറിവിൽ തോറ്റുപോയി. കാരണം ഊരിയാവിനോട് പറഞ്ഞു, എടാ നീ പോയി നിന്റെ ഭാര്യയുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങടാ. ഊരിയാവ് പറഞ്ഞു പോത്തില്ല. വീണ്ടും അവനോട് പറഞ്ഞു പോടാ. അവൻ പറഞ്ഞു പോത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, ഊരിയാവിനുള്ള തിരിച്ചറിവ് പോലും ദാവീദേ നിനക്കില്ലാതെ പോയടാ. ഒരു പടക്കളത്തിൽ പടയാളികൾ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ നിൽക്കണമെന്നുള്ള ഒരു തിരിച്ചറിവ് നിന്റെ പടയാളിക്കുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു കുണിശം പോലും നിനക്കില്ലാതെ പോയല്ലോ. നിന്റെ തിരിച്ചറിവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിന്റെ അലസതയാണ്. മറന്നുപോകരുത്, നിന്റെ ജീവിതത്തിന്റെ അലസത. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാണുന്ന കുരിശും മൂട്ടിലെല്ലാം കുരിശു വരച്ചും, കാണുന്ന സ്ഥലത്തെല്ലാം പോയി തൊഴുതും, എല്ലാ ഇടങ്ങളിലും പോയി പിടിപ്പണം വാരിയും, എല്ലാ അമ്പലത്തിന്റെ ചെമ്പെടുപ്പിലും പോയി എല്ലായിടത്തും തലയും കുത്തി നടക്കുന്ന നമ്മുടെ ഒരു തീരുമാനത്തിന്റെ ഒരു വ്യാജമുണ്ടല്ലോ, അത് നമ്മളെ പതനത്തിലാണ്. അവിടെയും ഇവിടെയും തലമണക്കും, അവിടെ ഇവിടെയും കൂടെ നിൽക്കും. ആർക്ക് വേണ്ടി വേണമെങ്കിലും ഓശാരം പറയും, ആരെ വേണമെങ്കിലും തകർത്ത് കളയും. ഇവിടെയും അവിടെയും തലകുനിക്കുന്ന നിന്റെ ഒരു തീരുമാനത്തിന്റെ പരാജയമുണ്ടല്ലോ, അത് നിന്റെ അലസതയുടെ പടിയാണ് എന്നുള്ളത് നീ മറന്നു പോകരുത്. കാണുന്നിടത്തെല്ലാം ഓക്സിയോസ് വിളിക്കുന്ന, എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ഒരു അലസതയുടെ നേർചിത്രം വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേദപുസ്തകത്തിൽ ജോസഫ്
അലർട്ടായി ഇരുന്നത് കൊണ്ട് അവൻ പാപത്തെ അതിജീവിച്ചു. 39 അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ അവൻ അലർട്ടായിരുന്നത് കൊണ്ട് ധാർമ്മികമായി അധപ്പതിച്ചു പോകാതെ അവൻ ജീവിതത്തിൽ വിജയിച്ചു. എസ്തറിന്റെ പുസ്തകം അലർട്ടായിരുന്ന മൊർദെഖായി ഒരു രാജാവിന്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും പ്രിയമുള്ളവരെ ഇന്ന് ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ തിരിച്ചറിവ്, നിന്റെ ജീവിതത്തിൻ്റെ അലസത നീ മതിയാക്കണം. നിന്റെ ജീവിതത്തിൻ്റെ അലസത നീ മതിയാക്കണം. എത്ര കൺവെൻഷനുകൾ, എത്രയോ ഇടങ്ങളിൽ പോയി ദൈവവചനം കേട്ട. ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞു, ഇതിൻ്റെ ഈ ഗ്രൗണ്ടിലായിരുന്നു നേരത്തെ കൺവെൻഷൻ നടന്നത്. ഗ്രൗണ്ടിൽ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ പറ്റാത്തതുപോലെ ആളായിരുന്നു, അതുപോലെ ജനം, വണ്ടി ഇടാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഹോളിനകത്തേക്കായിട്ടുണ്ട്. നാളെ എന്തായിത്തീരുമെന്നറിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വല്ലാത്ത അലസത സത്യക്രിസ്ത്യാനി നിന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് നിന്റെ ജീവിതത്തിൻ്റെ പരാജയമാണ്, മറന്നു പോകരുത്. 15 മിനിറ്റ് കൂടെ മാത്രം, ഞാൻ വളരെ പെട്ടെന്ന് മുൻപോട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ വേദ പുസ്തകത്തിൽ അലസത മൂലം സംഭവിച്ച ഒരു സങ്കടം കൂടെ പറഞ്ഞ് ഞാൻ ഈ പോയിന്റ് അവസാനിപ്പിക്കാം. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിദ്വാൻമാർ ചെല്ലുന്നുണ്ട്. വിദ്വാൻമാർ നക്ഷത്രം കണ്ടിറങ്ങി. നക്ഷത്രം അവർക്ക് മുമ്പായി വഴി തെളിച്ചു. എന്നാൽ ഒരു കൊച്ചു നിമിഷത്തെ അശ്രദ്ധ, ഈ നക്ഷത്രത്തിൽ നിന്ന് ഒന്ന് ശ്രദ്ധ മാറിയപ്പോൾ അവർ എവിടെ കയറി? ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറി. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഒറ്റ സെക്കൻഡിൻ്റെ അശ്രദ്ധയാണ്. എന്ത് സംഭവിച്ചു എന്നറിയാമോ? അനേക കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ മരിക്കാനിടയായി. നിന്റെ ഒരു നിമിഷത്തെ അലസതയാണ് അനേക ജീവിതങ്ങൾ ഈ ഭൂമിയിൽ ഹനിക്കപ്പെട്ടത്, മറന്നു പോകരുത്. യേശു കുഞ്ഞിനെയും കൊണ്ട് ഒരു അപ്പനും അമ്മയും ദൈവാലയത്തിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ സ്വന്തം വിരൽ പിടിച്ച് നടന്ന കുഞ്ഞ് കൂടെയില്ല എന്ന് ആരറിഞ്ഞു? അപ്പനും അമ്മയും അറിഞ്ഞു. എന്നിട്ടും ഈ അപ്പനും അമ്മയും ഒരു ദിവസത്തെ വഴി പോയി. ഒരു ദിവസത്തെ വഴി. പ്രിയമുള്ള ദൈവജനമേ, ഒരു ദിവസം അലസതയോടെ സ്വന്തം കുഞ്ഞ് കൈവിരൽ തുമ്പിലില്ലെന്നറിഞ്ഞിട്ടും, സ്വന്തം കുഞ്ഞ് കാൽച്ചുവട്ടിലില്ലെന്നറിഞ്ഞിട്ടും ഒരു ദിവസം അലസത കാണിച്ച അപ്പനും അമ്മയും ആ കുഞ്ഞിനെ തിരിച്ചു പിടിക്കാൻ എത്ര ദിവസം നടന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. 3 ദിവസം നടന്നു. ഒറ്റ ദിവസം നീ കാണിക്കുന്ന ഒരു അലസതയുണ്ടല്ലോ, അടുത്ത 3 അല്ല 30 ദിവസം നടന്നാലും തിരികെ പിടിക്കാൻ കഴിയാത്തതുപോലെ നിന്നെ കൊണ്ട് എന്നെത്തിക്കുന്ന ഒരു കാലമുണ്ട്. മറന്നു പോകരുത്. ബി അലേർട്ട്. നീ ജാഗ്രതയോടിരിക്കണം. നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ ജാഗ്രതയോടിരിക്കണം. ഈ സഭയെ ഓർത്ത് നീ ജാഗ്രതയുള്ളവനായിരിക്കണം. ദൈവത്തെ ഓർത്ത് നീ ജാഗ്രതയുള്ളവനായിരിക്കണം. അതിന് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഒരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ദ ഡിസ്റ്റൻസ് ടു ദ പാലസ്, കൊട്ടാരത്തിലേക്കുള്ള ദൂരം. അത് ദ ഡിസ്റ്റൻസ് ഓഫ് പ്രൈഡ്, അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ ദൂരം. 2, പടക്കളത്തിലേക്കുള്ള, കൊലക്കളത്തിലേക്കുള്ള ദൂരം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അത് നിന്റെ അലസതയുടെ പാഠം. 3, ഇവിടെ നിന്ന് കുംഭസാരക്കൂട്ടിലേക്കുള്ള ദൂരം, അതിജീവനത്തിൻ്റെ പാഠം. മൂന്നാമത്തെ ദൂരം കൊട്ടാരത്തിലേക്കല്ല, കൊലക്കളത്തിലേക്കല്ല, കുംഭസാരക്കൂട്ടിലേക്കുള്ള ദാവീദിൻ്റെ യാത്ര. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം, നാഥാൻ പ്രവാചകൻ അവൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. കുംഭസാരക്കൂട്ടിലേക്കുള്ള ദൂരം, അത് നിന്റെ അതിജീവനത്തിൻ്റെ ദൂരമാണ്. പ്രിയമുള്ളവരെ, ദാവീദ് പരാജയപ്പെട്ട മൂന്നാമത്തെ ഇടം കുംഭസാരക്കൂട്ടിലേക്കുള്ള ദൂരം. വിശുദ്ധ വേദ പുസ്തകത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. 11-ാം അധ്യായം കഴിയുമ്പോൾ 12-ാം അധ്യായത്തിൽ യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. ഇപ്പോൾ എത്ര സമയം കഴിഞ്ഞു എന്ന് നിങ്ങൾക്കറിയാമോ? 8:45 കഴിഞ്ഞ് 5 മിനിറ്റ് കൂടായി. അല്ല, ഈ വേദഭാഗത്തിൽ എത്ര സമയം കഴിഞ്ഞെന്നറിയാമോ? 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഊരിയാവിനെ കൊന്നു കഴിഞ്ഞിട്ട് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ മുമ്പിൽ വരുമ്പോൾ നാഥാൻ ഇങ്ങനെയാണ് പറയുന്നത്, ദാവീദേ, ആ മനുഷ്യൻ നീ തന്നെ, നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ദാവീദിനിപ്പോൾ ആര് ജനിച്ചു? ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ദാവീദിനിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ഏകദേശം 1 വർഷക്കാലം പാപബോധമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണ്. ഒരാണ്ട് ആ മനുഷ്യൻ പാപബോധമില്ലാതെ ജീവിച്ചു. നിന്റെ പരാജയത്തിൻ്റെ മൂന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? നിനക്ക് പാപബോധമില്ലാതെ പോയതാണ്. ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യമില്ലാതെ പോയതാണ്. ഭക്തനായ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്,
മുക്കിനും മൂലയ്ക്കും കുമ്പസാര കൂട് വെക്കണം. കാരണം പറഞ്ഞാൽ തീരാത്ത പാപങ്ങളില്ല. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്, 32-ാം സങ്കീർത്തനം. 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ എഴുതി: ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ കൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും തമ്പുരാനെ നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തിലെന്ന പോലെ പറ്റിപ്പോയി. എന്നാൽ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, നീ എൻ്റെ കുറ്റം ക്ഷമിച്ചു. ഞാൻ എൻ്റെ പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തിലെന്ന പോലെ പറ്റിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് മാർത്തോമക്കാരന് പറ്റിപ്പോയ പരാജയം എവിടാണെന്നറിയാമോ? എനിക്ക് പാപബോധം ഇല്ലാതെ പോയി എന്നുള്ളതാണ്, അല്ലേ? ആരാ പാപി? അച്ഛനാച്ചോ പാപി? ആരാ പാപി? ആരാ പാപം ചെയ്തത്? ഏറ്റവും അവസാനം പട്ടക്കാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ബലഹീനനും ഭാവിയുമായ അടിയാൻ ഞാൻ. തമ്പുരാന് സ്തോത്രം. പ്രാർത്ഥിച്ചു, നിങ്ങളല്ലയോ പാപി? ആരാണ് പാപബോധമില്ലാതെ ജീവിക്കുന്നത്? ഇന്നിവിടെ പാപമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? പാപത്തെക്കുറിച്ച് ബോധമില്ലാത്തതാണ് നിന്റെ പരാജയത്തിൻ്റെ മൂന്നാമത്. പണ്ട് ഒരു സ്ത്രീയെ പിടിച്ച കർത്താവ്, വ്യഭിചാരക്കൂട്ടത്തിൽ പിടിച്ച സ്ത്രീയെ കൊണ്ട് നിർത്തിയിട്ട് കർത്താവ് തറയിൽ ഏതാണ്ട് കുനിഞ്ഞെഴുതിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പാപം ഇല്ലാത്തവൻ കല്ലെറിയാൻ പറഞ്ഞു. ഏറ്റവും അവസാനം കർത്താവ് തലപൊക്കി നോക്കിയപ്പോൾ ഈ പെണ്ണ് അവിടെ നിൽപ്പുണ്ട്. സകലമാന മനുഷ്യരും വീട്ടിൽ പോയി, കല്ല് മുഴുവൻ അവിടെ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാർ നോക്കിയപ്പോൾ ഞങ്ങളെല്ലാം പാപിയാണ്. എന്നാൽ ഇന്ന് അതേ പെണ്ണിനെ കിട്ടത്തില്ല. വേറെ ഏതെങ്കിലും ഒരു തെറ്റുകാരിയെ നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തുന്നു. പള്ളിയിൽ അച്ഛൻ പറയുന്നു, എല്ലാവരും ഇറങ്ങി വന്നാട്ടെ, പാപമില്ലാത്തവനെറി. എന്നിട്ട് അച്ഛൻ നിലത്ത് കുനിഞ്ഞ് എഴുതാൻ തല കുനിക്കണ്ട. അതിനു മുമ്പ് എന്തോ സംഭവിക്കും? അച്ഛൻ്റെ തല എറിഞ്ഞു പറിക്കും ഒന്നാമത്തെ കല്ല്, അല്ലേ? ഏറ്റവും അവസാനം പാവം അച്ഛൻ തല പൊക്കി നോക്കുമ്പോൾ വലിയൊരു കല്ലിൻ്റെ കൂന. പെണ്ണെന്തിയേ? അപ്പോൾ പള്ളിക്കാർ മുഴുവൻ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുക. എന്തിയാ പെണ്ണെന്തിയേ? അതിൻ്റെ കീഴിലുണ്ട്. ആർക്കാച്ചോ പാപം? ആർക്കാച്ചോ പാപം? പാപബോധമില്ലാത്ത ഒരു സമൂഹമായി ഞാനും നിങ്ങളും തീർന്നു പോയില്ലേ പ്രിയമുള്ളവരെ? ചെയ്ത തെറ്റിനെ കുറിച്ചൊരു കുറ്റബോധമില്ലാതെ പോയില്ലേ? ഒരു മനസാക്ഷി കുത്തില്ലാതെ 1 വർഷം ദാവീദ് നീ എങ്ങനെ ജീവിച്ചു? ഒന്ന് ഏറ്റു പറയാനെങ്കിലും നിനക്കൊന്ന് മനസ്സ് കാണിക്കില്ലായിരുന്നോ? ഊരിയാവിനെ പടക്കളത്തിൽ നിന്ന് കൊന്നുകളഞ്ഞ നീ എത്ര നിസ്സംഗതയോടെ നീ ജീവിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ യോവാബ് എന്ന് പറയുന്നുണ്ട്, ഊരിയാവ് ചത്തുപോയി. ഉടനെ ദാവീദ് പറയുന്നൊരു മറുപടി ഉണ്ട്, അങ്ങനെ വാൾ അവിടെ നാശം ചെയ്യും. കഷ്ടം, വാൾ അവിടെ നാശം ചെയ്യും, ഇവിടെ നാശം ചെയ്യും. ഒരു കുറ്റബോധമില്ലാതെ പോയല്ലോ നിനക്ക്, ഒരു മനസാക്ഷി കുത്തില്ലാതെ പോയല്ലോ നിനക്ക്. ചെയ്തു കൂട്ടിയ പാപങ്ങൾ അവസാനമെങ്കിലും തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാൻ നിനക്ക് മനസ്സ് കാണിക്കരുതായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ ജീവൻ ഇവിടെ വീണ് അവസാനിച്ചാൽ നീ ചെയ്തു പോയതിനെ ഓടേ തമ്പുരാന്റെ മുമ്പിൽ നീ ഒന്ന് ഏറ്റുപറഞ്ഞേ മതിയാവും. ഇന്നലെ രാത്രി ദൈവം തമ്പുരാൻ 20 വർഷം കഴിഞ്ഞപ്പോൾ യാക്കോബിനെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിച്ചു, നിന്റെ പേര് എന്താ? കാരണം നീ ചെയ്തത് ഏറ്റുപറഞ്ഞേ മതിയാവൂ, അല്ലേ? വേദപുസ്തകത്തിൽ ദൈവം തമ്പുരാനെ പത്രോസ് തള്ളി പറയുന്നുണ്ട്. എവിടെ ഇരുന്നാ തള്ളി പറഞ്ഞേ? തീയുടെ അടുത്തിരുന്നാ തള്ളി പറഞ്ഞേ. അതേ പത്രോസിനെ തീയിൽ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് മീനൊക്കെ ചുട്ടിട്ട് കർത്താവ് വയ്ക്കുന്നുണ്ട്. ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ? അവൻ പറഞ്ഞു, ഉണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. മൂന്നാമത് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു പോയി കാണും. കാരണം ഇതുപോലൊരു തീയുടെ മുമ്പ് എനിക്കവനെ അറിയില്ല എന്ന് വിളിച്ചു പറഞ്ഞ പത്രോസ് അതേ തീയുടെ മുമ്പിൽ അവനെ തമ്പുരാൻ ഉറപ്പിക്കുക. ഇന്ന് നമുക്കൊരു വിചാരമുണ്ട്, എന്തും ചെയ്യാം. അവസാനം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബോംബെയിലാണെങ്കിൽ ഭദ്രാസനത്തിൻ്റെ പിരിവുണ്ട്, DDF, ഡയോസിഷൻ ഡെവലപ്മെൻറ്റ് ഫണ്ട്. 10,000 ഒരു ചെക്ക് കൊടുത്താൽ രക്ഷപ്പെട്ടു, എല്ലാ പാപവും മാറിക്കിട്ടി. അല്ലെങ്കിൽ പരുമലയ്ക്കൊരു പദയാത്ര, കാലിൻ്റെ തൊലി പൊള്ളിപ്പോവല്ലാതെ ഒരു ഗുണവും നടക്കാൻ പോകുന്നില്ല. ഇനി അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ മാരാമണ്ണി പോയി 7 ദിവസം ആ വെയിലത്തൂടെ നടന്നോളാം. വെറുതെ എന്തിനാ ഈ തൊലി കരുവാളിച്ച് കളയുന്നേ? ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു പാപത്തെ ഒരു നന്മ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് നീ കരുതി നിനക്ക് തെറ്റുപറ്റും, നടക്കില്ല. നീ ചെയ്തത് നിന്റെ ഓടേ തമ്പുരാന്റെ മുമ്പിൽ സത്യം സത്യമായി നീ ഏറ്റുപറഞ്ഞാൽ മതിയാവും. ദാവീദ് 1 വർഷം മിണ്ടാതിരുന്നു. അവസാനം നാഥാന്റെ മുമ്പിൽ അവൻ പൊട്ടിക്കരഞ്ഞു. നിന്റെ പാപം
ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം, അവസാന നാളിൽ ഞാൻ എൻ്റെ ജനത്തെ ന്യായം വിധിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ മുകളിൽ നിന്ന് ആകാശത്തെ വിളിക്കും, താഴെ നിന്ന് ഭൂമിയെ വിളിക്കും. ഹബക്കൂക്ക് 2:11, ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കും, മരപ്പണിയിൽ നിന്ന് തുലാമുത്തരം പറയും. അവസാന കാലം എൻ്റെ തമ്പുരാൻ എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കാൻ അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് ദൈവസന്നിധിയിൽ നിനക്ക് പറയാൻ കഴിയില്ല. ഈ കല്ലുപോലും നിനക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമുണ്ട്, മറന്നു പോകരുത്. ഇന്ന് രാത്രി നിന്റെ ഒടേ തമ്പുരാന്റെ മുമ്പിൽ നീ ഏറ്റു പറയണം. ചെയ്തു പോയ പാവങ്ങളെ എണ്ണി എണ്ണി അവന്റെ മുമ്പിൽ നീ ഏറ്റു പറഞ്ഞാൽ മതിയാവും. ഒന്ന് കുമ്പസാരിക്കാൻ ദാവീദേ, എന്തേ നിനക്ക് വിനയമില്ലാതെ പോയി? ഒന്ന് കുമ്പസാരിക്കാൻ. കുറെ നാളുകൾക്ക് മുമ്പ് പാലായിൽ ഒരമ്മ 100 രൂപയ്ക്ക് ഒരു കുഞ്ഞിനെ ഇടപാടുകാർക്ക് പിടിച്ചു കൊടുത്തു. അതിന്റെ പത്രക്കട്ടിങ് എൻ്റെ ഡയറിക്കകത്തുണ്ട്. 100 രൂപയ്ക്ക് ഒരു കുഞ്ഞിനെ ഒരമ്മ ഇടപാടുകാർക്ക് പിടിച്ചു വിറ്റു. ഏറ്റവും അവസാനം ആ കുഞ്ഞ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ കുഞ്ഞ് പറയുന്നത്: എൻ്റെ അമ്മ എന്നെ പിടിച്ചു കൊടുത്തത് എനിക്ക് പ്രശ്നമല്ല. എൻ്റെ അമ്മയുടെ വിരലിൻ്റെ തുമ്പിൽ നിന്ന് ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്തോട്ടൊന്ന് നോക്കി. സ്വന്തം കുഞ്ഞൊരു വിരൽ തുമ്പിൽ നിന്ന് ഊർന്നു പോകുമ്പോൾ ഒരു ഭാവവ്യത്യാസം പോലും ആ അമ്മയുടെ മുഖത്തില്ലായിരുന്നു. എങ്ങനെ നിനക്കിങ്ങനെ കഠിനനാവാൻ പറ്റും? എങ്ങനെ നിനക്കിങ്ങനെ കഠിനനാവാൻ പറ്റും? നിനക്കൊന്ന് പൊട്ടിക്കരയണ്ടേ? നിനക്കൊന്ന് നിലവിളിക്കണ്ടേ? നിനക്കൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണ്ടേ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, ഒന്ന് കുമ്പസാരിക്കാൻ നിനക്ക് കഴിയണ്ടേ? മാർത്തോമാ സഭയിൽ ദൈവത്തിൻ്റെ കൃപയാൽ പരസ്യ കുമ്പസാരമാണ്. അതൊരു തരത്തിൽ അനുഗ്രഹമായി പോയി. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അച്ഛന്മാർ പെട്ടുപോയനായിരുന്നു. ഈ ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ, കാരണം പരസ്യ കുമ്പസാരം. ഈ പരസ്യ കുമ്പസാരത്തിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും പഴിച്ചുപോയി, കൽപ്പനകളെല്ലാം ലംഘിച്ചു. ഞാൻ പണ്ട് നാട്ടിലായിരുന്നു പോകുന്നത്, ചുമ്മാത് കാച്ചുക. ഇത് ഈ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചേ. ഇനി നമ്മൾ പറയാതെ ഒരു 2 മിനിറ്റ് ഒന്ന് നിന്ന് നോക്കിയേ, ഇവരിത് ട്രെയിൻ വിടുന്ന പോലെ പറഞ്ഞ് തീർത്തിട്ട് ആമേനും പറഞ്ഞിരിക്കും. ഇന്ന് വരെ ഒരച്ഛന്മാരും ട്രൈ ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഞാൻ പറയുന്നു, ചുമ്മാ അച്ഛനൊന്നും മിണ്ടാതിരുന്ന് തുടങ്ങിയിട്ട് ഇത് മൊത്തം അവസാനിച്ച് ആമേനും പറയും. പാപമോചനം മാത്രം പറഞ്ഞാൽ മതി. പിന്നെ സഭ അനുവദിക്കാത്തത് കൊണ്ട് ഇതങ്ങ് പറയുന്നുള്ളൂ. എവിടെ തട്ടി പറയാനാ? ഇതെവിടെ കൊണ്ടിട്ട് പറയാനാ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപബോധം ഒരു കണിക പോലും ദാവീദിന്റെ ജീവിതത്തിൽ ഇല്ലാതെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ചങ്കുപൊട്ടുന്ന ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ദൈവം തമ്പുരാൻ ഇങ്ങനെയാണ് പറയുന്നത്. അവസാന നാളിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ തിരിച്ചു പറയുന്ന ഒരു മറുപടിയാണ്: എനിക്ക് നിന്നെ അറിയില്ല. എൻ്റെ അമ്മേ, ഈ അഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് മേളിൽ ചെല്ലുമ്പോൾ പുള്ളി പറയുന്ന പരിപാടിയാണ്: എനിക്ക് നിന്നെ അറിയില്ല. അയ്യോ, നിനക്കറിയത്തില്ലേ? കോഴഞ്ചേരി ഓന്തയാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്, മാരാമൺ കൺവെൻഷന്റെ ഈറ്റില്ലമായ ഓന്തയാട്ടൂന്ന് അവിടുന്ന് കോന്നിപ്പോയ അപ്പച്ചൻ്റെ കൊച്ചുമോനാണ്. അറിയത്തില്ല. മാർത്തോമാ സഭയിൽ 27 വർഷം പട്ടക്കാരൻ. അറിയത്തില്ലടാവേ. തേരാപ്പാര നടന്ന് ദൈവവചനം പ്രസംഗിച്ചതാ. അറിയത്തില്ല. ഡൽഹി ഭദ്രാസന കൺവെൻഷനിലും പ്രസംഗിച്ചു. അന്നേരം പുള്ളി പറയും: എനിക്ക് നിന്നെ അറിയില്ല, അറിയില്ല. പുള്ളി ആണയിടാനും പ്രാകാനും തുടങ്ങുമെന്നാണ് അതിൻ്റെ അകത്ത് എഴുതിക്കുന്നത്. അറിയത്തില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് നിന്നെ അറിയാതെ പോവുക, അതിനേക്കാൾ വലിയൊരു സങ്കടം ഉണ്ടോ? 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 ഇല്ല. സാധാരണ ഈ നമ്മുടെ വികാരി അച്ഛന് നമ്മളെ ഒരു 10 വർഷം കഴിഞ്ഞ് മറന്നുപോയാൽ എന്തോ ഒരു സങ്കടമായിരിക്കും അല്ലേ? മാരാമണ്ണി പോയി നിൽക്കുക, വികാരി അച്ഛൻ നടന്നു പോകുന്നു. അച്ചോ, പുള്ളി ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ല. പിന്നെ ഇങ്ങോട്ട് തൊഴാത്തവനെ അങ്ങോട്ട് തൊഴാൻ പാട്ടിന് പോകാൻ പറ. എന്നാലും മനസ്സിനകത്തൊരു സങ്കടമാണ്. എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടായി. ഞാൻ മാർത്തോമാ സഭയിൽ അച്ഛനായി മാരാമൺ മണപ്പുറത്ത് നിൽക്കുമ്പോൾ വന്യവയോധികനായ താടിയൊക്കെ നരച്ച, തലമുടിയൊക്കെ നരച്ച ഒരു മനുഷ്യൻ അങ്ങേ സൈഡിൽ, ആ ജാതി തോട്ടത്തിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു: സന്തോഷച്ചൻ. അതേ, സന്തോഷച്ചൻ. അച്ഛൻ എന്നെ മനസ്സിലായോ? എനിക്കാണെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുക ഈ മുഖം. പക്ഷെ ആരാന്ന് അങ്ങോട്ട് പിടുത്തം പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു: എൻ്റെ അങ്കളെ, എനിക്കറിയത്തില്ലയോ അങ്കളെ, എന്തു അങ്കളെ ഈ പറയുന്നേ? ഇത് സാധാരണ ഒരു നമ്പറാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും പുള്ളി നമ്പറിൻ്റെ ഉസ്താദാണെന്ന്. അല്ല, അന്ന് പറ്റിയ കാര്യം മാത്രമേ. അപ്പോൾ ഏറ്റവും അവസാനം ഈ അങ്കിൾ എന്നെ വിടാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അങ്കിളിൻ്റെ 2ാമത്തെ സെൻറ്റൻസ്: എന്നാ പറ ഞാൻ ആരാന്ന്. അപ്പോൾ ഞാൻ എൻ്റെ 2ാമത് തോളൊരാടിച്ച് എൻ്റെ അങ്കിളെ ചുമ്മാ എന്തു അങ്കിളെ അങ്കിളീ പറയുന്നത്? അങ്ങനെ കാണും എനിക്ക് മറക്കാൻ പറ്റുമോ അങ്കിളെ? അപ്പോൾ പുള്ളി വീണ്ടും പറ ഞാൻ ആരാന്ന്. ആ പുള്ളി വിടാതിനെ പിടിക്കും. അപ്പം എന്ന് ഞാൻ മാരാമൺ മണപ്പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്: തമ്പുരാനെ, ഈ ഭൂമി 2ആയിട്ട് കീറിയിട്ട് പുള്ളി അവിടെ നിന്നോട്ട്,
ഈ ഞാൻ മാത്രം ഇതിൻ്റെ കീഴിലോട്ടങ്ങ് പോയായിരുന്നെങ്കിൽ എന്തൊരു ഭാഗ്യമായിരുന്നു. ഏറ്റവും അവസാനം ഞാൻ ഈ അങ്കിളിനോട് 2 കൈ കൂപ്പി പറഞ്ഞു, അങ്കിളെ നല്ല മുഖപരിചയമുണ്ട്, അങ്കിളെന്നോട് മാപ്പാക്കണമെന്ന് പറയാമോ? ഈ മനുഷ്യൻ വെട്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ പോയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളെ അങ്ങനെ പറയരുത്. ഞാൻ കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് VBS പോയപ്പോൾ ഞാൻ അങ്കിളിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഇപ്പോൾ പുള്ളിക്കൊരു അറ്റാക്കൊക്കെ കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി അതും ഇതുമൊക്കെ കഴിഞ്ഞ് മൊത്തം അങ്ങ് നരച്ച് അദ്ദേഹത്തിൻ്റെ രൂപം മാറിപ്പോയി. ഈ പുള്ളിയുടെ മുഖത്ത് വലിയ സങ്കടമായിപ്പോയി. ആ പുള്ളി മനസ്സിൽ പറയുന്നുണ്ട്, എന്തോരം അവിയലും ബീഫും ഈ പുള്ളിക്ക് കൊടുത്തതാണ്, അന്നൊക്കെ നല്ല രുചിയാച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ അടിച്ചെന്നറിയാം ഈ പുള്ളി. എന്നിട്ട് ഈ പുള്ളി അപ്പം അങ്ങനാണെങ്കിൽ VBS കൺവീനറായിരുന്ന അങ്കിളിന് അത്രയും സങ്കടമാണെങ്കിൽ നിന്റെ ഒടേ തമ്പുരാന് നിന്നെ അറിയത്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു സങ്കടം ഈ ഭൂമിയിലുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും നിന്നെ അറിയാം. സകല ബുക്കിനകത്ത് നിന്റെ പേരുണ്ട്. പള്ളിയുടെ ബുക്കിലുണ്ട്, വീട്ടിലെ കുടുംബയോഗത്തിന്റെ ബുക്കിലുണ്ട്, മലയാളി സമാജത്തിന്റെ ബുക്കിലുണ്ട്. പക്ഷെ നിന്റെ ഒടേ തമ്പുരാന്റെ പുസ്തകത്തിൽ നിന്റെ പേരില്ലാതെ പോയിട്ടുണ്ട്. ഈ കാണിച്ചു കൂട്ടിയതൊന്നും അവന്റെ സന്നിധിയിൽ എത്തിയിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം പരാജയമാ. ഇന്ന് രാത്രി നീ ഒന്ന് കുമ്പസാരിക്കണം. ഇന്ന് രാത്രി നീ ഒന്ന് കയറണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറണം. അവിടെ രഹസ്യത്തിൽ ഒരു തമ്പുരാനുണ്ട്. അവന്റെ അടുത്ത് നീ സത്യമായി സകലതും നീ ഏറ്റുപറയണം. നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ചെയ്തു കൂട്ടിയ പാപങ്ങളെ ദാവീദേ നീ ഏറ്റുപറയാതെ 1 വർഷം ജീവിച്ചത് നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ അവസാനത്തെ ആണിയാണ്. നിനക്ക് കുറ്റബോധം ഇല്ലാതെ പോയല്ലോ, നിനക്കൊരു മനസ്സാക്ഷി കുത്തില്ലാതെ നീ ജീവിച്ചു പോയല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്തെല്ലാം ചെയ്താലും നിന്റെ ഓടേ തമ്പുരാന്റെ മുമ്പിൽ നിനക്ക് മറയ്ക്കാൻ പറ്റില്ല. ഗുജറാത്തിലൊരമ്മ വീടിന്റെ മണ്ടയ്ക്ക് ഒന്ന് വീണ് മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. അമ്മ മാനസിക നില തെറ്റി എടുത്തയാടി മരിച്ചതാണ് എന്ന് വാർത്ത വന്നു. എന്നാൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവിടുത്തെ CCTVയുടെ റെക്കോർഡിങ്ങിലെങ്ങാണ്ട് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടുത്തെ CCTVയുടെ റെക്കോർഡ് പരിശോധിച്ച് വേറെന്തോ ആവശ്യത്തിന് പരിശോധിക്കുമ്പോൾ ഈ അമ്മയുടെ മകൻ ഈ അമ്മയെ വലിച്ചുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് തള്ളിയിടുന്ന ഒരു രംഗം. ഉടനെ അവനെ ചോദ്യം ചെയ്തു പോലീസുകാര്. മാനസിക നില തെറ്റിയ അമ്മ മരുമോളുമായിട്ട് ചേരുന്നില്ല. മരുമോളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ സങ്കടത്തോടെ ആ മകൻ ആ അമ്മയെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദിവസങ്ങൾക്കിപ്പുറം ആ സൊസൈറ്റിയുടെ CCTVക്കകത്ത് എന്റെ ദൈവം തമ്പുരാൻ നിന്നെ പിടിച്ചെങ്കിൽ ഓടേ തമ്പുരാന്റെ CCTVക്കകത്ത് നീ ചെയ്തതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറന്നു പോകരുത്. ഇന്ന് രാത്രി നിനക്കൊരു കുമ്പസാരം ആവശ്യമാണ്. നാളെ വിശുദ്ധ കുർബാനയാണ്. കുർബാനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദാവീദേ, നീ പരാജയപ്പെട്ടത് കുമ്പസാരക്കൂട്ടിലേക്കുള്ള ദൂരത്തിലാണെങ്കിൽ ഇന്ന് രാത്രി ഞാനും പരാജയപ്പെട്ടത് അവിടെ തന്നെയാണ്. ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ബോധമില്ലാതെ ആരും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന നിഗളത്തിന്റെ അഹങ്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എന്നെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യനുമില്ലെന്ന് അഹങ്കരിച്ച് അലസത പൂണ്ട് ജീവിച്ചു പോയ എനിക്ക് പറ്റിയ അപകടം എൻ്റെ പാപത്തിൻ്റെ ആഴം കൂട്ടിയെന്ന വിശുദ്ധ വേദപുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു നിരപ്പ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. നാളെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുക, തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളിലേക്ക് പ്രവേശിക്കുക. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, അവസാനം നാഥാന്റെ മുമ്പിൽ ദാവീദ് പൊട്ടിക്കരഞ്ഞു. അവൻ ചെയ്തത് തമ്പുരാനോട് ഏറ്റുപറഞ്ഞു. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം, എൻ്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു, നീ എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിന്റെ പരാജയത്തിന്റെ വക്കിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്ന ഒരു സർവശക്തനായ തമ്പുരാനുണ്ട്. നിന്റെ പരാജയത്തിന്റെ വാതിക്കൽ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറയാൻ പറ്റുമോ? ദൈവസന്നിധിയിൽ നിനക്കൊന്ന് താന്നു കൊടുക്കാൻ പറ്റുമോ? നിന്റെ നിഗളങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഉപേക്ഷിക്കാൻ പറ്റുമോ? നിന്റെ അലസതയൊന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇന്ന് നിന്റെ തമ്പുരാൻ നിന്നെ ഉയർത്തുന്ന ദിവസമാണ്. നിന്റെ ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ദാവീദിനെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം. അവന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ 3 കാരണങ്ങൾ: 1, കൊട്ടാരത്തിലേക്കുള്ള ദൂരം, അഹന്തയുടെ ദൂരം; 2, കൊലക്കളത്തിലേക്കുള്ള ദൂരം, അലസതയുടെ ദൂരം; 3, കുമ്പസാരക്കൂട്ടിലേക്കുള്ള ദൂരം, നിന്റെ അതിജീവനത്തിന്റെ ദൂരം. നീ വൈകിപ്പോയി ദാവീദേ, നീ വൈകിപ്പോയി. ഇന്ന് രാത്രി ഞാനും വൈകിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഇതെല്ലാം പ്രസംഗിക്കുമ്പോഴും ഈ ഞാനും പ്രതിക്കൂട്ടിലാണ്. സന്തോഷിച്ച നിനക്കും ഒരു കുമ്പസാരം ആവശ്യമാണ്. നിനക്കും ഒരു ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. ചെയ്തു പോയതിനെയൊക്കെ തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് അവനോട് മാപ്പ് ചോദിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദാവീദിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ 3 ചിന്തകൾ ഞാൻ പങ്കുവച്ചു. 1, കൊട്ടാരത്തിലേക്കുള്ള യാത്ര; 2, കൊലക്കളത്തിലേക്കുള്ള യാത്ര;
3 കുംഭസാരക്കൂട്ടിലേക്കുള്ള യാത്ര. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു മടക്കയാത്രയ്ക്ക് ഒരുങ്ങാം. ഒരു മടങ്ങി വരവിന് നമുക്കൊരുങ്ങാം. വലിയവനായ ദൈവം നമ്പുരാൻ നമ്മളെ അതിന് സഹായിക്കുമാറാകട്ടെ. ആമേൻ.